السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചറപ്പ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ കൂടെ റമദാനിലേക്ക് നമ്മൾ കടന്നു. അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ആയുസ്സും ആരോഗ്യമൊക്കെ നൽകുന്നുവെങ്കിൽ റമദാനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും ലോകത്ത് റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുകയും വേണം. ഇൻഷാ അല്ലാഹ് കുറച്ച് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുവാനാണ്. ഇന്നലെയും ഇന്നുമായി പ്രധാനപ്പെട്ട 3 മരണ വാർത്തകൾ നമുക്ക് ലഭിച്ചു. ഒന്ന്, കാസർഗോഡ് സ്വദേശിയായ ഒരു അഷ്റഫ് ഖാൻ നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങൾക്കും ആവേശപൂർവ്വം മുമ്പിലേക്ക് ഇറങ്ങി വളരെ താല്പര്യപൂർവ്വം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും ജാമ്യയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമല്ല. എന്നാലും ഞങ്ങളൊക്കെ കാസർഗോഡ് ഭാഗത്തൊക്കെ കളക്ഷന് പോകുമ്പോൾ എന്നും അദ്ദേഹമൊക്കെയാണ് കൂടെ ഇറങ്ങി അവിടെയൊക്കെ പരമാവധി ജാമ്യയ്ക്ക് വേണ്ടി ആളുകളെ കണ്ട് സാമ്പത്തികമായ സമാധാനം നടത്താനൊക്കെ ശ്രമിക്കാറുള്ളത്. കുറച്ചായിട്ട് രോഗിയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ചോളൂ, എൻ്റെ ബൈക്ക് വീട്ടിലുണ്ട്, ഞാനിപ്പോൾ അതിന് സ്വഭാവം പ്രതീക്ഷയില്ല, ആ ബൈക്ക് ജാമ്യക്ക് തെറ്റെന്ന് വെച്ചാണ് അവസാനം അദ്ദേഹം എന്നെ വിളിച്ചത്. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ചെറുമുക്ക് നമ്മുടെ പുറത്തെ നസീറിൻ്റെ ഉമ്മ, അവരും തന്നെ കുറേ ആയി സുഖമില്ലാതെ കിഡ്നി ഫെയിലിയറായി ഡയാലിസിസ് ചെയ്ത് അവസാനം 2 മാസം മുമ്പ് കാലിൻ്റെ അടിഭാഗം മുറിച്ച് മാറ്റി. ഇപ്പം 4 ദിവസം മുമ്പ് കുറച്ചുകൂടെ മേളിൽ വീണ്ടും മുറിച്ച് ഒരുപാട് വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞു പോയ സ്ത്രീയാണ്. അവിടെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ സജീവമായി എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും ഏതൊരു കാര്യം നമ്മളൊക്കെ സാമ്പത്തിക സമാധാനം പറഞ്ഞാലും കഴിവനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മകൻ്റെ കയ്യിൽ കൊടുത്തയച്ച് അവിടെ വിഹിതം പ്രത്യേകമായി ഉറപ്പുവരുത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. അല്ലാഹുവിനും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ വളരെ സജീവമായി നീതിരംഗത്തുള്ള ആളുകൾ തന്നെ പലരും ആയുസ് കഴിഞ്ഞ് മരണപ്പെട്ടു പോകുന്നു. മരണവും രോഗവും യാതൊരു ബന്ധവുമില്ല. മരണം അല്ലാഹു നിശ്ചയിച്ച സമയത്ത് കൃത്യമായി നടക്കും. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്തിക്കുകയോ ബന്ധിക്കപ്പെടുകയോ ചെയ്യുകയില്ല. രോഗം വന്നാൽ അതോടെ മരിച്ചു, രോഗമില്ലെങ്കിൽ കുറെ കാലം ജീവിക്കാം എന്നൊന്നുമില്ല. രോഗം എന്നത് അല്ലാഹു നിശ്ചയിച്ച മറ്റൊരു പരീക്ഷണമാണ്. മരണം അല്ലാഹു നിശ്ചയിച്ചൊരു യാഥാർത്ഥ്യവുമാണ്. അതിനിടയിൽ ജീവിതത്തിൽ പല അനുഭവങ്ങൾ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. എന്നും ഒരേ ലെവലിൽ ജീവിച്ചവരല്ല നമ്മൾ ആരും തന്നെ. വളരെ സന്തോഷം തോന്നിയ കാര്യങ്ങൾ നമുക്കുണ്ടാകും.
എന്നാൽ പ്രയാസത്തിന് മേൽ പ്രയാസം വന്ന് എന്തായാലും ചെയ്യുക എന്ന് പോലും അറിയാതെ ആകെ വിഷമിച്ച ഘട്ടങ്ങളും ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഓരോരുത്തരുടെയും വിഷമങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് മക്കളില്ലാത്തതാണ് പ്രയാസമെങ്കിൽ വേറെ ചിലർക്ക് മക്കളെ കൊണ്ടാണ് പ്രയാസമുണ്ടാകുന്നത്. ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് എങ്കിൽ വേറെ ചിലർക്ക് സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ ആകെ ഇടങ്ങാറായി, ഒന്നിനും ഒഴിവില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആകെ ടെൻഷനായി അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരുമുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഒക്കെ റാഹത്താണ്, പക്ഷെ ഇന്ന ഒരു വിഷയം കൂടി ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ടാൽ പിന്നെ ഇനിയൊന്നുമില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. ഒരു വീടും കൂടെ ആയി കിട്ടിയാൽ കഴിയും, പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ എന്ത് റാഹത്താണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവും. ദുനിയാവ് അങ്ങനെയാണ്. ചെറിയ അസുഖമുണ്ട്, അത് ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അതാണ് മാറി കിട്ടിയാൽ ഇപ്പൊ തൽക്കാലത്തെ പ്രശ്നമാണ്, കഴിഞ്ഞാൽ എനിക്ക് പഴയ പോലെ ജോലിക്കൊക്കെ പോകാം, പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ അതൊരു പക്ഷെ മാറും. അത് മാറുമ്പോഴാണ് വേറെ ഒന്ന് അപ്പുറത്തോടെ വരിക. അതാണ് ദുനിയാവിൽ നിശ്ചയിച്ച സംവിധാനം. അങ്ങനെയാണ്. ഇവിടെ സുഖം മാത്രം ഉണ്ടാവില്ല, ദുഃഖം മാത്രവും ഉണ്ടാവുകയില്ല. സുഖദുഃഖ സമ്മിശ്രമായിട്ടാണ് അള്ളാഹു ദുനിയാവ് നിശ്ചയിച്ചത്. പരലോകത്താകുമ്പോൾ ഒന്നുകിൽ സുഖം മാത്രം, അല്ലെങ്കിൽ പ്രയാസം മാത്രം. സ്വർഗമാണെങ്കിൽ അവിടെ സന്തോഷമേ ഉള്ളൂ, ഒരു തലവേദന പോലും ഇല്ലാതെ ഖുർആൻ പ്രയോഗം. എന്ന് പറഞ്ഞവർക്ക് തലവേദന പോലും ഉണ്ടാവുകയില്ല. സാധാരണ ഇപ്പൊ ചെറിയ സമയത്ത് തലവേദന അതും കൂടെ ഉണ്ടാവില്ല സ്വർഗത്തിൽ. വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. അതേപോലെ ഒരു അനാവശ്യ വാക്ക് പോലും കേൾക്കേണ്ടി വരില്ല. അതൊക്കെ പ്രയാസത്തിലെ ചെറിയ 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 ഭാഗങ്ങളാണ്. അതുപോലുമില്ല. ഒരു കുറ്റപ്പെടുത്തൽ പോലും കേൾക്കൂല. നമുക്ക് ബാക്കി ഒന്നും കുഴപ്പമില്ല, എന്നാലും എന്ത് പണിയോട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ടെൻഷനാ പോലും. അതുപോലും ഇല്ലാത്ത ലോകമാണ് സ്വർഗത. ഒന്നുമില്ല, ഒരു വിഷമമില്ല, ടെൻഷനും ഇല്ല. അത് നമുക്കെല്ലാം ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാണ്. അല്ലെങ്കിൽ നരകമാണ്. അവിടെ പ്രയാസം മാത്രമേ ഉള്ളൂ, ഒരാശ്വാസവുമില്ല. വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുന്നത് ചീഞ്ചലമാണ്, ചുട്ടുപൊള്ളുന്ന തിളക്കുന്ന ചീഞ്ചലമാണ്. ഒരു തണല് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ നരകത്തിന്റെ തീയിന്റെ പുകയാണ് അവർക്ക് തണലായി നൽകപ്പെടുക. പറഞ്ഞു. 3 ഉപശാഖകളായി പിരിയുന്ന ആ തണലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. അതൊരിക്കലും തണൽ നൽകുന്നതല്ല. തീജോലയിൽ നിന്ന് ആശ്വാസമൊട്ട് ലഭിക്കുകയുമില്ല. തീയിങ്ങനെ ഒന്നാകെ ആളിക്കത്തി അതിനെ കരിമ്പുക ഒന്നാകെ ഇങ്ങനെ ശാഖോപശാഖയായി പിരിയുമ്പോ അതിന്റെ ചോട്ടിൽ തണലുണ്ട്. അവിടെ നിന്നോടി തണല് വേണമെങ്കിൽ അവിടെ നിന്ന് ചൂട് കൂടല്ലാതെ ഒരാശ്വാസമില്ല എന്നർത്ഥം. കൊട്ടാരം പോലെയുള്ള തീപ്പൊരികളെ അതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കാണുമ്പോ ഒരു ഒട്ടകക്കൂട്ടം ഇങ്ങനെ, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ ഒന്നാകെ കൂട്ടക്കൂട്ടമായി പോവുകയാണ് തോന്നുമാർ വലിയ 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 തീപ്പൊരികളാണ് അതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് അവർക്കുള്ള തണൽ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പഠിച്ച റബ്ബ് കാത്തുരക്ഷിക്കുന്നവർ. ഈ 2 ലോകം, ഒരു ദുന്യാവും എന്ന് പരലോകം. പരലോകത്ത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. സ്വർഗമാണെങ്കിൽ സന്തോഷം മാത്രം, നരകമാണെങ്കിൽ പ്രയാസം മാത്രം. ദുനിയാവ് ഇത് 2ഉം കൂടെ കൂടിയതാണ്. ഇവിടെ ആർക്കും സന്തോഷം മാത്രം ഉണ്ടാവില്ല, ആർക്കും വിഷമം മാത്രമില്ല. എത്ര വിഷമമുള്ളവരും ചില സന്തോഷങ്ങൾ ഉണ്ടാവും, എത്ര സന്തോഷമുള്ളവരും വേറെ ചില വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സ്വഹീഹ് ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാഹ്. ഫത്ഹുൽ ബാരി എന്നറിയപ്പെടുന്ന 18 വാള്യമുള്ള ബൃഹത്തായ ഗ്രന്ഥം. ഹിജ്റ 852
അദ്ദേഹം മരണപ്പെട്ടത്. 850 ഈ കിതാബിന്റെ പണി പൂർത്തിയായി. അത് കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം അദ്ദേഹം മരിക്കുകയും ചെയ്തു. 18 വാള്യമാണ്. ആധുനിക അച്ചടി സംവിധാനത്തിൽ അച്ചടിച്ചിട്ട് പോലും 18 വാള്യമാണ് ഫതുൽ ബാരിക്കുള്ളത്. വന്ന് ആയിരക്കണക്കായ പേജുകൾ അദ്ദേഹം എഴുതി തയ്യാറാക്കിയതാണ് ഫതുൽ ബാരി. അദ്ദേഹം അവിടുത്തെ നാട്ടിലെ കോടതിയിലെ ജഡ്ജി കൂടിയായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. പാരമ്പര്യമായിട്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. അത്യാവശ്യം നല്ല മാന്യമായി ജീവിച്ച ആളുമാണ്. കുതിരപ്പുറത്ത് അദ്ദേഹം സാധാരണ യാത്ര ചെയ്യുക. നല്ല വസ്ത്രമാണ് അദ്ദേഹം ധരിക്കാറുള്ളത്. അതോടൊപ്പം നാട്ടിലെ ഔദ്യോഗികമായ രാജാവ് നിശ്ചയിച്ച ജഡ്ജിയുമാകുമ്പോൾ ആ നിലക്കും സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഒരിക്കൽ നല്ല വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പോവണം. പോകുന്ന വഴിയിൽ ഒരു ജൂതനായ മനുഷ്യൻ, അയാള് എണ്ണ ആട്ടുന്ന ജോലിയാണ് അയാൾക്ക്. അപ്പൊ ശരീരമാസകലം ആകെ ചീഞ്ഞ് നാറി, ഒന്നാകെ ചളിയും പൊടിയും എണ്ണയും എല്ലാം കൂടി ആയി എരപ്പായ തുണിമുപ്പായിട്ട് വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അയാൾ. അയാളെ നിൽക്കുമ്പോഴാണ് ഇമാം അസ്കലാനി ഇങ്ങനെ കുതിരപ്പുറത്ത് ഒരു രാജകീയമായി ഇങ്ങനെ പോവാറ്. ഇയാളെ മുന്നിട്ട് ചാടിയിട്ട് കൈയാട്ടി കൊണ്ടിരിക്കും. അപ്പൊ നിർത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ നബി പറഞ്ഞൊരു ഹദീസ് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസം കണ്ടാൽ മതി. അപ്പൊ എന്തേച്ചു? നബി പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ദുനിയാവ് മുഅ്മിന് നരകമാണ്, കാഫിറിന് സ്വർഗവുമാണ്. നിങ്ങളെ കണക്ക് ഞാൻ മുഅ്മിനല്ല, പക്ഷെ എന്റെ കോലപ്പതാണ്. നിങ്ങളെ മുഅ്മിനാണ്, നിങ്ങളെ കോലം കണ്ടി എത്ര സുഖങ്ങൾ. നിങ്ങൾക്ക് അവിടെ സ്വർഗം, എനിക്കിവിടെ നരകമാണ്. അപ്പൊ ഈ ഹദീസ് ശരിയല്ലാന്ന് ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുകയും. ഇമാം അസ്കലാനി പറഞ്ഞു കൊടുത്തു, മരിച്ചു പരലോകത്തെത്തി സ്വർഗം ലഭിക്കുകയാണ് എങ്കിൽ ആ സ്വർഗീയ സുഖങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന ഒന്നുമല്ല. ഇതൊന്നും സ്വർഗം എന്ന് പറയാൻ പറ്റില്ല. ഒരു നരകത്തിൽ കണക്കാക്കി കിട്ടുന്ന ആ ഒരു ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ. അത്രയും നിസ്സാരമാണ് ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ. നീ ഈമാൻ സ്വീകരിക്കാതെ മരണപ്പെട്ട് നരകത്തിൽ പോവുകയാണെങ്കിൽ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ നീ വിചാരിക്കും, ദുനിയാവിൽ ഞാൻ സ്വർഗത്തിലായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പക്ക് മനസ്സിലാവും. അതാണ് ആ ഹദീസിന്റെ ആശയം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഷാഹത്തിൽ അവിടെ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം ഈമാനിലേക്ക് വന്നു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. എപ്പോഴും ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അത് മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ തീർന്നിട്ട് വേണം എന്ന് ഒരു ആശ്വാസത്തിൽ ജീവിക്കാൻ എന്ന് വിചാരിച്ചാൽ അതിനുള്ള ലോകമല്ല ദുനിയാവ് എന്നത്. അതുകൊണ്ട് കുറെ സുഖമുണ്ടാകുക, സൗകര്യമുണ്ടാകുക, നല്ല വീടുണ്ടാവുക, വലിയ വാഹനം ഉണ്ടാകുക, ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടാവുക, അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല. അവിടെയാണ് റമദാനും നിസ്കാരവും പള്ളിയും ദീനുമൊക്കെ അതിന്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനൊന്നും കിട്ടാത്ത സമാധാനം തീർച്ചയായിട്ടും പള്ളിയിൽ നിന്ന് കൂടുമ്പോൾ കിട്ടണം. എന്തുണ്ടെങ്കിലും വാങ്ങൊടുക്കുമൊക്കെ നിർത്തിച്ച് പള്ളിക്കേണ്ടി വന്ന് അവിടെ വന്ന് നിശ്ചയിക്കപ്പെട്ട ചുമത്തപ്പുറത്തൊക്കെ നിസ്കരിച്ച് ആ പള്ളിയിൽ ഇറങ്ങുമ്പോൾ അതിന് ലഭിക്കുന്ന സന്തോഷം സമാധാനവും ഈമാനിന്റെ ഒരു മാധുര്യവും അത് ദുന്യവിയായ ഒരു സൗകര്യം കൊണ്ടും ലഭിക്കുകയില്ല. നബിയോട് എന്താ പറയുന്നുണ്ടല്ലോ, നബിയെ നിങ്ങൾ യതീമായിരുന്നു, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകി. നിങ്ങൾ ദരിദ്രരായിരുന്നു, നിങ്ങൾക്ക് ഞാൻ ഐശ്വര്യം നൽകി. നിങ്ങൾ ദരിദ്രനായിരുന്നു, ഐശ്വര്യം നൽകി. നബി ദരിദ്രനായിരുന്നു നമുക്കറിയാം. നബി മരിക്കുമ്പോൾ വലിയ പൈസക്കാരായിട്ടുണ്ടോ? ഇല്ലല്ലോ. വഫാത്താകുമ്പോഴും തന്റെ പടയങ്കി അയൽപക്കത്ത് പണയം വെച്ചതാണ്. അപ്പുറത്തെ ജൂതന്റെ വീട്ടില് പടയങ്കി കൊണ്ടുപോയി വെച്ചെടുത്തത് 30 സോഴ് 60 കിലോ ഗോതമ്പിന്റെ പൊടി ചെറുക്കല ഒന്ന് കടം വാങ്ങിയിട്ട് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ പടയങ്കി അവിടെ കൊടുത്തതാണ്. അതാണ് പണയം, സമയ പണയം. അതാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുമ്പോ എന്റെ ആ സെക്യൂരിറ്റി മുതൽ തിരിച്ചിങ്ങോട്ട്
തരിക. അഥവാ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിറ്റിട്ട് ഓന്റെ മുതൽ എടുക്കാം, ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇവിടെ തരും വേണം. അതാണ് ഇസ്ലാമിലെ പണയം. അല്ല പണയം വെച്ച് മാസം മാസം പൈസ കൊടുക്കുന്നത് പണയം എന്ന് പറയില്ല. പണയം കൊടുത്ത് ആരോ പേരിട്ടതാണ്. നമ്മളത് പൈസ വാങ്ങി, അപ്പൊ ഓരോ സംശയം ഇയാൾ തന്നില്ലെങ്കിലോ ഇയാൾക്ക് തരാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ മറ്റൊരു ഹക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളെടുത്തുള്ള എന്തെങ്കിലും ഒരു വണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു ആഭരണമോ ഒരു വീടോ ഒരു ആധാരം എന്തെങ്കിലും അത് അടച്ചോ, ഞാൻ എന്റെ പൈസ തരുമ്പോ തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഓരോ ധൈര്യമായി. ഞാൻ അഥവാ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാൽ ഓരോ വിൽക്കാം, ആ വണ്ടിന് വിൽക്കാം. വിറ്റിട്ട് ഓരോ എത്രയാണോ നമുക്ക് കൊടുക്കാനുള്ളത് ആ പൈസ വഴി ഉണ്ടാക്കാം. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് തരുമ്പോഴാണ്. അതാണ് പണയം. അപ്പൊ നബിന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് ഒന്നും കഴിക്കാനില്ലാതായപ്പോ അയൽപ്പക്കത്തെ ജൂതന്റെ വീട്ടിൽ നിന്ന് അല്പം ഗോതമ്പിന്റെ പൊടി തൽക്കാലം വാങ്ങി, ഒരു ബാധ്യത വേണ്ട, ഒരു ധൈര്യക്കുറവ് വേണ്ട, ഒരു സെക്യൂരിറ്റി ആയിട്ട് തന്റെ പടയെങ്കിൽ യുദ്ധത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു അങ്കി അതോടെ കൊണ്ടുപോയി ഒന്നോടെ വെച്ചോ, ഞാൻ എപ്പോഴാണ് തിരിച്ചത് അപ്പൊ അതിന് മടക്കി തന്നാൽ മതി. വഫാത്താകുമ്പോ തിരിച്ചു കൊടുക്കാനും അത് മടക്കി വാങ്ങാനും പറ്റിയിട്ടില്ല. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി 2 പ്രാവശ്യം തിരിച്ച ഹദീസാണ്. എന്റെ വഫാത്താകുമ്പോൾ യഹൂദിയുടെ പക്കൽ പണയം വെക്കപ്പെട്ട അവസ്ഥ നബിയുടെ പടയെങ്കിൽ എന്ന് സ്വഹീഹ് ബുഖാരി 2 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഹദീസാണ്. ആ നബിയെ പറ്റി അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ദരിദ്രനായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം നൽകി. എന്താ ഐശ്വര്യം? നമ്മളെ കണക്ക് നമ്മളെ ഐശ്വര്യമായി കാണുന്ന എന്താ പോ ലഭിക്കുന്നത്? നമ്മൾ സാധാരണ പറയും അപരാധന ഫിദ്ദുന്യ ഹസന ദോയ്ക്കുകയും ചെയ്യുന്നത്. അത് ഏറ്റവും വേണ്ട നബിയാണ്. നബി ധാരാളമായി പ്രാർത്ഥിച്ചു. സ്വത്ത് മക്കളെ എന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ നബിയുടെ അവസ്ഥയാണ് അല്ലാഹുവേ അസ്ലിഹ്ലി ദുനിയായിലത്തി ഫീഹാ മആശി, അപ്പൊ ഞാൻ ജീവിക്കുന്ന ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണേ എന്ന് നബി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും ആ നബി അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിച്ചതും വഫാത്തായതും ഒക്കെ. അതേ നബിയുടെ മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുബ്റത്തിൽ മസാകീൻ. സ്വഹീഹായ ഹദീസാണ്. ജാമിഉ സ്വഹീഹിൽ സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. അല്ലാഹുവേ നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമേ, നീ എന്നെ മിസ്കീനായി മരിപ്പിക്കണമേ, മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യണമേ എന്ന് ഇതേ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ലഭിക്ക് കിട്ടിയ ഐശ്വര്യം? എന്താ ലഭിക്കേണ്ട അതിന്റെ സൗകര്യം? അതേ പ്രവാചകൻ സുഹാസമാങ്ങൾ പറയുമായിരുന്നു, മൻ തറക ദൈനൻ ഔ ഇയാലൻ ഫഇലയ്യ ഔ അലിയ. ആരെയൊക്കെ മരിക്കുമ്പോൾ വല്ല കടവും മോനുണ്ടെങ്കിൽ ആ കടം ഞാൻ ഏറ്റെടുക്കാം, എന്റെ അടുത്ത് കളിച്ചോളാം. ആരെങ്കിലൊക്കെ മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കൾ ആണ് മോനുള്ളത്, അധ്വാനിക്കാൻ പ്രായമായ ആരുമില്ല, ഒരു കട്ടപ്പാടാണ്, പ്രയാസമാണ് എങ്കിൽ ഫഇലയ്യ ഔ അലിയ, അത് ഞാൻ ഏറ്റു, ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി എന്ന് നബി ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മരിക്കുമ്പോൾ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ട, അതുകൊണ്ട് അവകാശം എടുത്തോട്ടെ. അതുകൊണ്ട് വേണമെന്നത് ന്യായമാണത്. അപ്പൊ അതുകൊണ്ട് അവകാശം എടുത്തോട്ടെ. കടമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. ആരെങ്കിലും ചെറിയ ചെറിയ മക്കള് ഇവിടെ ബാക്കി വെച്ച് പോകുന്നുവെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ആ ഒരു മനസ്സ്, അതാണ് ഐശ്വര്യം. നബിന്റെ വീട്ടിലെ ഭാര്യമാരും മക്കളും പട്ടിണിയാണ്. അവിടെ തിന്നാൻ കൊടുക്കാനായിട്ടാണ് അപ്പുറത്തുനിന്നും കടം വാങ്ങുന്നത്. ആ കുടുംബനാഥൻ പ്രഖ്യാപിക്കുകയാണ്, ആര് മരിച്ചാലും കടമുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോടെ. ആർക്കും ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. അതൊരു ധന്യമായ മനസ്സാണ്. ആ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് കച്ചവടം ദേശം കമ്മിയായിട്ടാണ് വിഷയം. ഇന്നലെ ഇന്നിപ്പോ എന്താ കഴിഞ്ഞാൽ കുറച്ച് കമ്മിയാണ്, രാത്രി ഉറക്കം വരില്ല. നമ്മൾ തന്നെ നമ്മൾ പണത്തുമ്പിലാണ് വിചാരിച്ചത്. എന്നാൽ നബിക്ക് അങ്ങനത്തെ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇവിടെ മറ്റൊരു വാർത്തയാണ്, ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഹമ്മാക്കി മാറ്റുന്ന റബ്ബേന. മുഖ്യമായ ചിന്ത നീ ദുനിയാവാക്കല്ല. ഏറ്റവും മുഖ്യമായ ചിന്ത ദുനിയാവായി കഴിഞ്ഞാൽ പോകാൻ കുടുങ്ങിയ
വല്ലവന്റെയും ഹമ്മ്, അവന്റെ മുഖ്യമായ ചിന്ത ദുനിയാവാണെങ്കിൽ അല്ലാഹു തആല ദാരിദ്ര്യം കൺമുമ്പിൽ നിശ്ചയിച്ചു കൊടുക്കുന്ന ഓന്റെ ആകെ അജണ്ട പൈസ ഉണ്ടാക്കുക. എന്നാൽ ദാരിദ്ര്യം നീങ്ങൂല. ഓനെ മുന്നിൽ എന്നും കട്ടപ്പാടായിരിക്കും. ഇതിന് പിന്നാലെ ഓടി തളരും അവൻ. എന്നാൽ അന്ന് കണക്കാക്കിയതിന് അപ്പുറം ഒരിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. ഞങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. എപ്പോഴും ജീവിതത്തെ പറ്റി തിരിച്ചറിവ് തന്നെയാണ് പ്രധാനം. എന്തിനാണ് ജീവിക്കുന്നത് വെച്ചാൽ കുറെ സമ്പാദിക്കാനും കുറെ വലിയ വീടുണ്ടാക്കാനും ഒന്നുമല്ല. അതൊക്കെ വേണം, ഒന്നും വേണ്ടതല്ല. ദുനിയാവിൽ അതൊക്കെ ആവശ്യമാണ്. അതല്ല മുഖ്യമായ ചിന്ത. അക്ബറു ഹമ്മ, വലിയ ചിന്ത, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതായാൽ കഴിയില്ല. ഒരു വെളുക്കിനെ കത്തിച്ചിട്ട് ആ വിളക്കുമായി പോണനെ പോലെ വിളക്ക് കത്തിച്ചിങ്ങനെ മുന്നിൽ പിടിച്ചിട്ട് നടക്കുമ്പോ നേരിങ്ങനെ ഉണ്ടാവും. ഈ നേരി പിടിക്കാൻ പോയാൽ നമ്മളിങ്ങനെ പോകാന്നല്ലാതെ നേരി പിടിക്കാൻ കഴിയില്ല. എന്നാൽ നേരെ ബാക്കിലാണെങ്കിലോ നേരെ നമ്മളെ ബാക്കിൽ പോകും. നമ്മൾ പോകുന്നതോട് നേരെ നമ്മളൊപ്പം പോകും. നമ്മൾ നേരിനൊപ്പം പോയാലോ ഒരു കാലത്ത് പിടിക്കാൻ കഴിയൂല, ഓടി തളരാന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവുകയില്ല. അതാണ് ദുനിയാവ്. റമദാനൊക്കെ വരുമ്പോ എന്താ ചെയ്യാൻ നോമ്പോട്ടു, കഴിഞ്ഞ നോമ്പോറ്റിനു, എഴുപത്തിരണ്ട് നോമ്പോറ്റിനു, പള്ളിക്ക് വരവുണ്ട്. അത് മാത്രമല്ല, അതിപ്പോ എല്ലാവരും ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട ആവശ്യം. റമദാൻ മാസം നോമ്പോയിട്ടാണ് ക്ലാസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അങ്ങനെ കുറയും. നിസ്കരിക്കണം, അതിപ്പോ എല്ലാവർക്കും. ഏത് നിസ്കരിക്കാത്ത റമദാൻ മാസം വരുമ്പോ ദേശം നിസ്കാരം തുടങ്ങും. തറാവി സുന്നത്താണ്. അതിന് വരെ നമ്മള് പള്ളിക്ക് എത്തുന്നുണ്ട്. നിർബന്ധമില്ല, ഫർദല്ല, സുന്നത്താണ്. എന്നിട്ട് പോലും കുടുംബസമേതം വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ നോമ്പോയിക്കണം, ക്ലാസ് എടുക്കണമെന്നോ നിസ്കരിക്കണമെന്നോ പറയേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്ത് എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ? ഇന്നലെ വരെ ഉച്ചയ്ക്ക് നമ്മൾ ചോറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ചോറഞ്ഞു. നമ്മളിപ്പോ ഇന്നലെ ചോളയിച്ചാല് കുറ്റമില്ല, ഇന്ന് ചോളയിച്ചാലോ കുറ്റമുണ്ട്. നമ്മളിപ്പോ ഒന്ന് പറഞ്ഞ ഭക്ഷണം കഴിച്ചാല് അള്ളാഹ്ക്ക് പന്ത് നഷ്ടമുണ്ട്. എന്തിനൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെയൊക്കെ വെച്ചത് അള്ളാഹ്ക്ക് പന്ത് പോയി. ഞാൻ ഇന്നലെ ചോളയിച്ചില്ല, അതേ വെച്ചപ്പോ ഒന്നും. എന്നിപ്പോ എന്തിനാ പന്ത് അങ്ങനെ വെച്ചത് വെച്ചാല് ഈ ഭക്ഷണം കഴിക്കാതെ എന്നുള്ളതല്ല. ഇത് റബ്ബ് നിശ്ചയിച്ചത് വേറെ ചില ലക്ഷ്യങ്ങൾ അള്ളാഹുവിന്റെ കാട്ടുണ്ട്. ഒരു മനുഷ്യൻ നന്നാക്കി എടുക്കുക, ഓരോ സംസ്കരിക്കുക, ഫിൽട്ടർ ചെയ്യുക, അതിനുള്ള വ്യത്യസ്ത പണികൾ, അതിൽപ്പെട്ടൊരു പണിയാണ് നോമ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് മറന്ന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് കൂടിയല്ലോ. അപ്പോഴും സംഭവിച്ചത് തന്നെയാണ്, ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പൊ മറന്ന് തിന്നു. ഞങ്ങൾ പറഞ്ഞ അന്ന് അവിടെ തിന്നാൻ കൊടുത്തെന്ന് വിചാരിച്ചാൽ മതിയാവും. എന്നാ മറക്കാതെ കൽപ്പിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചാലോ മുറിയും ചെയ്തു. മറന്നുകാട് പ്ലേറ്റ് ഒന്നാകെ ഭക്ഷണം കഴിച്ചാലും ഒരു പ്രശ്നമില്ല. അപ്പൊ ഭക്ഷണം ഉള്ളിക്കാവുക ഇത് മാത്രമല്ല അടിസ്ഥാനം. അതാണെങ്കിൽ മറന്നാലും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വേണ്ടേ. ചില ഫിൽട്ടറിംഗ് ആണ്, മനുഷ്യനെ ശുദ്ധീകരിക്കുക, ഓരോ ലെവലാക്കി എടുക്കുക. ജീവിതലക്ഷ്യം മറന്ന് ഓടുമ്പോൾ അങ്ങനെ മണ്ടല്ലേ അവിടെക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ നല്ല റോട്ടിങ്ങനെ ഓടിച്ചു പോകുമ്പോ ഇടയ്ക്ക് കാണുന്നുണ്ട് ഒരു ബോർഡ്, സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. അതാണ് ശരിക്കും നമ്മളാണ് ഞങ്ങളുടെ പോകാൻ. ഒന്ന് ബ്രേക്ക് ഔട്ട്, ഒന്ന് ചവിട്ട്, എന്നിട്ട് പോയാൽ മതി. ഇടയ്ക്കൊരു അമ്പ്, എന്തിനാ ഒരു സ്പീഡ് ഒന്ന് കുറക്കണം, അങ്ങനെ പോയാൽ പറ്റൂല. അപ്പൊ ഒന്ന് ബ്രേക്ക് ഔട്ടി ഗിയറൊക്കെ ഒന്ന് മാറ്റി അതിന് അമ്പൊക്കെ ചാടി പിന്നെ രണ്ടാമത് പോയിക്കോട്ടെ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും കാണാം അവിടെ അടുത്തൊരു അമ്പ്. അതാണ് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. നിർത്തിയിട്ടൊന്നാണ്ട് പ്രൊസീഡ് ചെയ്യാം. അത് ജീവിതത്തിലും ആവശ്യമാണ്. അതിനമ്മ വ്യത്യസ്തമായ പണികൾ വെച്ചു. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ നോമ്പ്. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ജുമ. എല്ലാവരും എന്നെ നിർബന്ധമാക്കി. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ പുരുഷന്മാരും നിർബന്ധമായും വന്നേ പറ്റും. എന്നിട്ടൊരു കച്ചവടം വരെ പറ്റുക ആ സമയത്ത്. ഇത് അനുമതി കച്ചവടം ഒഴിവാക്കണം. അതിനകത്ത് കച്ചവടം ചെയ്താൽ ഹറാമാണ്. വെള്ളിയാഴ്ച ബാങ്കിന് ശേഷം കച്ചവടം ചെയ്താൽ അത് ഹറാമാണ്, കുറ്റം കിട്ടുമെന്ന്. അങ്ങനെയൊക്കെ നിർബന്ധമായി വെച്ചു. എന്തിനാണ്? അത് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡാണ്. അവിടെ ബ്രേക്ക് ചവിട്ടാതെ പറ്റില്ല. മറ്റാ പോക്ക് അങ്ങനെ പോവാണ്. ഓൻ നോമ്പായാലും വേണ്ടില്ല, പെരുന്നാളായാലും വേണ്ടില്ല, വെള്ളിയാഴ്ചയാലും വേണ്ടില്ല, ഓനെ ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ആ പോക്ക് സ്വർഗത്ത് കല്ലെത്തുക. അല്ലാഹു തആല അവന്റെ അടിമകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത ചില പണികൾ, അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് സന്തോഷമായി
ഇത് വലിയ ആനന്ദമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ നോമ്പായി, ഇനിയിപ്പോ എന്താ കാട്ടാകെ ഇടങ്ങാറായി പോയി, തോൽക്കെല്ലാം നിവൃത്തില്ലല്ലോ, പെരിയ പോയൊന്നും കിട്ടൂല, അങ്ങാടി പോയി ഓട്ടം നിന്നാട്ട് പറ്റൂല, പിന്നെ തോൽക്കന്നെ വളർന്ന പണിയറി. അങ്ങനെ നോട്ട് കുറെ കിടന്നു തുടങ്ങി, കുറെ എന്തെങ്കിലുമൊക്കെ വിനോദത്തിൽ ഏർപ്പെട്ടു. എങ്ങനെയൊക്കെയാണ് നേരം പോക്കലാണ്. വൈകുന്നേരമായി കിട്ടാൻ വേണ്ടി ഇടങ്ങാറായിട്ട് കുറെ ഉറങ്ങും, കുറെ മറ്റെന്തെങ്കിലുമൊക്കെ വിനോദത്തിലേക്കാണ് മുഴുകും. അങ്ങനെയൊക്കെ പാടേക്കാൾ ബുദ്ധി തള്ളി ഒരു 20-25 ആവും കഴിഞ്ഞിട്ടി. ഇനിയിപ്പോ ഏതായാലും 3 ദിവസങ്ങളുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഈ ലക്ഷ്യം മനസ്സിലാക്കാൻ ഭയപ്പെടാണ്. ലക്ഷ്യം മനസ്സിലാക്കിയാലോ തിരിച്ചാണ്ടാവും. ദീനിന്റെ നിയമങ്ങളൊക്കെ അള്ളാഹു തആല വെച്ചത് നമുക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയല്ല. ദീനിൽ എത്ര നിയമമുണ്ടെങ്കിലും ആ നിയമങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടിയാണ്, അല്ലാതെ അള്ളാഹ്ക്ക് അതോട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ആരും നോമ്പോറ്റില്ല, അള്ളാഹ്ക്ക് ബന്ധം. നമ്മുടെ തലപ്പാക്കാലം മൊത്തം തീരുമാനിച്ചു ഇവിടെ ഒറ്റ ആൾ നോമ്പ് എടുക്കുന്നില്ല, അല്ല എന്താ കാട്ടുമ്പോൾ നോക്കാലോ, അതെന്താട്ടെ അള്ളാഹ്ക്ക് അതൊന്നുമില്ല, നഷ്ടം നമുക്കാണ്. നമുക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ദീനിൽ വെച്ച മുഴുവൻ നിയമങ്ങളും അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്. ആ മസ്ലഹത്ത് ഒന്നിന് ദുനിയാവിലാവും അല്ലെങ്കിൽ ആഖിറത്തിലാവും. മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ ആജില, ഒന്നിന് ദുനിയാവിലെ മസ്ലഹത്ത് അല്ലെങ്കിൽ ആഖിറത്തിലെ മസ്ലഹത്ത്. ഇത് രണ്ടിനും അല്ലാതെ ദീനിൽ ഒരു നിയമമില്ല. ഒന്നുകിൽ മനുഷ്യന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ ദുനിയാവിൽ, അല്ലെങ്കിൽ കുടുംബ സംവിധാനം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ, അവന്റെ അഭിമാനം സംരക്ഷിക്കാൻ. ഇതിനൊക്കെ ദുനിയാവിൽ മസ്ലഹത്ത് വെച്ചത്. ഇപ്പം കക്കാൻ പാടില്ല, മോട്ടിക്കാൻ പാടില്ല. എന്താ കാരണം? മറ്റുള്ളവരുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം. ഓത്തോളിച്ചന്റെ സമ്പത്താണ്, അത് സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷണത്തിന് വേണ്ടിയാണ് മോട്ടിക്കരുത്. എന്നാ മോട്ടിച്ചാലോ ഈ ലക്ഷ്യം നടക്കാതെ പോയി എല്ലാം പരലോകത്തിന് കുറ്റം കൊടുക്കുന്ന പോലെ പണി ചെയ്യും. അപ്പൊ ഉഹവിയായ മസ്ലഹത്തിൽ കൂടി അതിൽ വന്നു. വ്യഭിചാരം പാടില്ല. കാരണം എന്താണ്? പാപ്പാലറിയാത്ത കുട്ടികൾ ഉണ്ടാവും, അഡ്രസ് ഇല്ലാത്ത തലമുണ്ടായി വരും. അത് നാടിനെ മൊത്തം സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറും. അപ്പൊ അത് പറ്റില്ല. ഏത് കാര്യമായി തന്നെ ഇങ്ങനെ ഈ 5 കാര്യം സംരക്ഷിക്കാനല്ലാത്ത നിയമം ഇസ്ലാമിലില്ല. ഒന്ന് മതമാണ്. മതം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ മതം നിശ്ചയിച്ചു. ദഅവത്ത് അതിനു വേണ്ടിയാണ്, പള്ളി ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ പരിപോഷിച്ച പറഞ്ഞ പോലെ ദീൻ നിലക്കണം, അത് പ്രചരിപ്പിക്കപ്പെടണം. അതിനാണ് ദഅവത്ത് മുതൽ ജിഹാദ് വരെ എല്ലാം അതിന്റെ ഭാഗമാണ്. 1 മതമാണ്, 2 നഫ്സ് ശരീരമാണ്, 3 മാല് സമ്പത്താണ്, 4 അഖ്ല് ബുദ്ധിയാണ്, 5 മനുഷ്യ പരമ്പര. ഈ 5 സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദീനിലെ മുഴുവൻ നിയമങ്ങളും ഉള്ളത്. മദ്യം കഴിക്കാൻ പാടില്ല, മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ. മദ്യം കഴിച്ചപ്പോൾ ഓരോ സുഖം ഉണ്ടാവും കുറച്ച്, പക്ഷെ മനുഷ്യ ബുദ്ധിയെ തകർക്കുന്നു. അതുകൊണ്ട് ബുദ്ധി പ്രധാനമാണ്, അത് നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് വിനയാകുന്ന ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കി പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ദീനിലെ എല്ലാ നിയമങ്ങളും വല്ലാത്ത നിഅ്മത്തായി അനുഭവപ്പെടും. അല്ലെങ്കിൽ എന്താ മുസ്ലിമായി കുടുങ്ങിപ്പോയി, അത് പാടില്ല, ഇത് പാടില്ല, മറ്റു പാടില്ല, ആ കച്ചവടം പറ്റൂല, ഈ ഏർപ്പാട് പറ്റൂല, എന്തായാലും ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനതൊക്കെ വെച്ചതെന്ന് മനസ്സിലാക്കണം. ദുന്യാവിലോകത്തിനുണ്ട്, അള്ളാഹ് നിയമം മാത്രമല്ല, ദുന്യാവിലും എന്ത് സമയം വെക്കുമ്പോഴും ചില നന്മകൾ ഇതൊക്കെ ഉണ്ടാവും. ചില നന്മ ഉണ്ടാവും, ദോഷം ഉണ്ടാവും. അപ്പൊ ഏതാണ് കൂടുതൽ നോക്കും. ഒരു വ്യക്തിക്ക് ദോഷമുണ്ട്, എന്നാ ഒരു സമൂഹത്തിന് മൊത്തം ഗുണമുണ്ട്. അപ്പൊ സമൂഹത്തെ പരിഗണിക്കും. പല പുതിയ ഹൈവേയുടെ പോയപ്പോ എപ്പോഴേ കുറെ നഷ്ടം ഉണ്ടാവും. പക്ഷെ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോഴോ അതിന് കുറെ ഗുണമുണ്ട്. അപ്പൊ ആ ഗുണം പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ വ്യക്തിക്ക് നഷ്ടമുണ്ട്, അപ്പൊ ആ നഷ്ടം കുറക്കാൻ എന്താ ചെയ്യാൻ പറ്റും നോക്ക്. എന്നാ പോലെ വില പൊളിച്ചു പോയി ഇവിടുത്തെ പൈസ കൊടുക്കുക, വില പറമ്പ് പോയി ഇന്ന പോലെ പൈസ കൊടുക്കുക. അപ്പോൾ നഷ്ടം കുറഞ്ഞു. എന്നാലും നഷ്ടമുണ്ട്, പൈസ കിട്ടിയാൽ നഷ്ടമുണ്ട്. കാരണം ഓരോ അവിടെ പോയി സ്ഥലം വാങ്ങി പലർത്താലും ഓരോ പഴയ അയൽവാസി നഷ്ടപ്പെട്ടു പോയി, ഓരോ മറ്റൊരുപാട് സൗകര്യം ഇല്ലാതായി പോയി, ചിലപ്പോൾ നല്ല വെള്ളമുള്ള സ്ഥലങ്ങൾ അത് പോയി. നിങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവും, ഇക്കോട്ടെ, ഒരു നഷ്ടം ഇല്ലാതെ ഇത് നടത്താൻ കഴിയില്ല. അപ്പൊ നഷ്ടം കുറക്കാൻ ആവശ്യമായ എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കുക, അത് ഇസ്ലാം നിശ്ചയിച്ച രീതിയാണ്. ഏത് കാര്യത്തിലും അല്ലാഹു തആലക്ക് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് നിയമങ്ങൾ നിശ്ചയിച്ചത്. ആ ഉദ്ദേശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ദീന നിയമങ്ങൾ മൊത്തമുള്ളത്. അതുകൊണ്ട് നോമ്പ് വന്നപ്പോഴും ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പ്.
പട്ടിയെടുക്കാൻ വേണ്ടിയാണ് നോമ്പ് എന്നല്ല, തഖ്വയുണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് തഖ്വയ്ക്ക് എതിരായ പണി ആര് ചെയ്തോ അവിടേക്ക് അല്ലാഹു തആല നിശ്ചയിച്ച പ്രായശ്ചിത്തം പലപ്പോഴും നോമ്പാണ്. ഒരാളെ കൊന്നാൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താ? കൊന്നവനെ പകരം കൊല്ലുക. അതേപോലെ വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു നിയമമാണ് അവർ 60 ദിവസം നോമ്പ് എടുക്കുക. അതിന്റെ ഭാഗമാണ്. തഖ്വയ്ക്ക് യോജിക്കാത്ത പണിയാണോ ചെയ്തത്? അപ്പൊ തഖ്വ കൂട്ടാൻ പറ്റുന്ന പണി അപ്പുറത്തോടെ കൊണ്ട് ചെയ്യിപ്പിക്കുക. റമദാൻ മാസം ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ പകൽ സമയത്ത് ചെയ്യേണ്ടതാണ് 60 മിസ്കീനായി ഭക്ഷണം കൊടുക്കുക, 60 ദിവസം നോമ്പ് എടുക്കുക, അടിമയെ മോചിപ്പിക്കുക. ഒന്ന് അടിമയെ മോചിപ്പിക്കുക ഒന്നാമത്. അത് കഴിയില്ലെങ്കിൽ 60 ദിവസം നോമ്പ് എടുക്കണം. അത് കഴിയാത്ത ഒരാളാണ് എങ്കിൽ മാത്രം 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. കാരണം ചെയ്ത പണി തഖ്വയ്ക്ക് യോജിക്കാത്ത പണിയാണ്. ഒരു സത്യം ചെയ്തു, ഒരു വാക്ക് പറഞ്ഞു, അത് ലംഘിച്ചു, അവിടെ പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ അവിടെ 3 നോമ്പ് എടുക്കണം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ എന്തിനാ അവിടെ നോമ്പ് എടുക്കാൻ പറഞ്ഞത്? തഖ്വയ്ക്ക് യോജിക്കാത്ത പണിയാണ് ചെയ്തത്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, സാഹചര്യം അനുകൂലമല്ല എങ്കിൽ പറഞ്ഞതാ നോമ്പ് വെക്കേണ്ടതാണ്. കാരണം ആഗ്രഹമുണ്ട്, സാഹചര്യം അനുകൂലമല്ല എങ്കിൽ തഖ്വ കുറയാൻ കാരണമാവും. പലപ്പോഴും ഹറാമിലേക്ക് പോകും, വ്യഭിചാരത്തിലേക്ക് പോകും, വേണ്ടാമത്തിലേക്ക് പോകും. അപ്പൊ തഖ്വ കൂട്ടണം, നിലക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോമ്പ് വെക്കാൻ പറഞ്ഞു. ഇതാണ് നോമ്പ്. അതോടൊപ്പം നോമ്പിന് പരലോകത്ത് വലിയ നേട്ടവും ഉണ്ട്. ഒറ്റ ദിവസം അള്ളാഹുവിന്റെ ഭാഗത്ത് നോമ്പെടുത്താൽ 70 കാലങ്ങൾ നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടുന്ന ഒറ്റ നോമ്പ്. ഫർദ് മാത്രമല്ല, ഫർദാവട്ടെ സുന്നത്താവട്ടെ ഏതാണെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ നരകത്തിന്റെ ബഹുദൂരം അവൻ അകലേക്ക് മാറ്റപ്പെടും. അപ്പൊ 30 നോമ്പ് വെച്ചാലോ, കൊല്ലത്തിന് എല്ലാ മാസവും നോമ്പെടുത്താലോ നരകത്തിന് കൂടുതൽ 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 അകലാൻ അത് കാരണമാണ്. അതിനു പുറമെ റമദാനാകുമ്പോൾ എല്ലാ ദിവസവും പൊതുമാപ്പുണ്ട്. അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഒരുപാട് ആൾക്ക് ഇതൊക്കെ നൽകും. അത് എല്ലാ രാത്രിയിലും ഉണ്ട്, റമദാനിലെ എല്ലാ ദിവസവും ഉണ്ട്. അല്ല പ്രത്യേകമായ മാപ്പ്. ഇന്നലെ വരെ പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ല തീരുമാനിച്ച ഒരാൾ, അവൻ അല്ല ഇന്ന് തീരുമാനിക്കും, വേണ്ട ഓനെ പുറത്തു കൊടുക്കാം, ഓരോ സ്വർഗത്തിൽ പോട്ടെ. റബ്ബിന്റെ തീരുമാനപ്രകാരം ഇതുവരെ അവരെ മഗ്ഫിറത്ത് ഇല്ല എന്നായിരുന്നു, അവിടെ നരകത്തിൽ പോയേ പറ്റൂ എന്നായിരുന്നു. റമദാൻ വരുമ്പോൾ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് കൂടുതൽ പേർക്ക് മാപ്പ് നൽകുന്നു. അങ്ങനെ എല്ലാ ദിവസവും ധാരാളം ആളുകൾക്ക് അല്ലാഹു തആല നരകമോചനം നിശ്ചയിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. ആ നിലയ്ക്ക് നമ്മൾ ഈ നോമ്പിനെ കാണണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വെറുതെ ഒരു ഏർപ്പാടായി നോമ്പ് നോറ്റ് പോകാൻ പാടില്ല. നമ്മളൊക്കെ 40, 50, 60, 70 കൊല്ലൊക്കെ പ്രായമായ മനുഷ്യന്മാരാണ് പിരിക്കണം എല്ലാവരും. ഇതിലൊക്കെ ഒരുപാട് കാലം നമ്മൾ റമദാൻ കിട്ടി, അന്നൊക്കെ നോമ്പ് വിട്ടു, അന്നൊക്കെ നിസ്കരിച്ചു. അതൊക്കെ അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് പോയതാണ്. അങ്ങനെ റമദാൻ മാസം വരുമ്പോൾ നോമ്പ് വെക്കും, അത് കഴിഞ്ഞാൽ പെരുന്നാളാവും, അതങ്ങനെ പോകും. അതിനപ്പുറത്തേക്കൊന്നും അധികം ഒന്നും ആലോചിച്ചിട്ടൊന്നുണ്ടാവില്ല. അപ്പൊ ഇതിലേക്ക് നോമ്പുള്ളാണെങ്കിൽ നോമ്പ് വെക്കും. അല്ല പരിക്കാലൊന്നും പണ്ട് നോമ്പ് വെക്കണ ശീലമൊന്നുമില്ല, നമുക്കുണ്ടാവില്ല, നമ്മളങ്ങനെയാണ് വളർന്നു പോകുന്നുണ്ടാവുക. അപ്പൊ അതിൽ നിന്നും മാറിയിട്ട് വെറുതെങ്ങനെ താമഴിയായി ചെയ്തു പോകുന്ന ഒരു ഏർപ്പാട് എന്നതിനപ്പുറത്ത് ഇതിൽ ലക്ഷ്യം മനസ്സിലാക്കി എന്തിനാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മഹത്വം ഉണ്ടാവുക. അപ്പൊ നിസ്കാരത്തിനും ആവേശം ഉണ്ടാവും, നോമ്പ് വെക്കാനും ആവേശം ഉണ്ടാവും. അപ്പൊ എല്ലാ നന്മയിലും പരമാവധി മുന്നേറാൻ പറ്റും. നിബിധങ്ങൾ വ്യത്യസ്തമായ നന്മകളെ ഒരുമിച്ച് കൂട്ടിയിരുന്ന ജീവിതത്തിലാണ്. ഒരൈറ്റം നന്മ മാത്രമല്ല, എല്ലാത്തരം നന്മകളും നബിധങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. നബി ചെയ്യാത്ത ഏതെങ്കിലും നന്മയുടെ വശം ഉണ്ടാവില്ല. ഇനി ചെയ്തതിൽ തന്നെ വീണ്ടും വൈവിധ്യങ്ങൾ. സ്വതക്ക നമുക്ക് ചെയ്തിട്ടുണ്ട്. നബിധങ്ങളെ കുറിച്ച് സ്വതക്ക മാത്രമല്ല, കൊടുതിയുടെ ഏതെല്ലാം തരമുണ്ടോ അതൊക്കെ നബി ചെയ്തതാണ്. കടം വാങ്ങും, കടം തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചേറെ കൊടുക്കും, അത് നന്മയാണ്. കടം വീട്ടുമ്പോ നബിന്റെ വക ലേശം കൂടി എക്സ്ട്രാ കൊടുക്കുക, അത് നന്മയാണ്. കച്ചവടം ചെയ്യും,
കച്ചവടക്കാരൻ പറഞ്ഞ വിലക്കാരൻ പറഞ്ഞ് തർക്കിച്ച് വിലക്ക് നിശ്ചയിച്ച് സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ ചേറെ കൊടുക്കുന്നില്ല. അത് നന്മയായിരുന്നു. ചിലപ്പോൾ എനിക്ക് ആവശ്യമില്ലാതെ വാങ്ങും ഓനെ സഹായിക്കാൻ വേണ്ടി. ജാബിദാന് ഒരു കുതിരയുണ്ടായിരുന്നു, ഒരു ഒട്ടകം, പറ്റ ചാകരയ ഒട്ടകം. എപ്പോ ഏത് ടീമിനൊപ്പം പോയാലും അദ്ദേഹം എപ്പോഴും മറ്റു ബാക്കിലേക്കും. അല്ലെങ്കിൽ ഒട്ടകം നടന്നു എത്തില്ല. പറ്റ ആരോഗ്യം കുറഞ്ഞൊരു ഒട്ടകം. അവർക്ക് നബിയും ജാബിദാനും പോവാണ്. അപ്പൊ നബി ജാബിദാന്റെ ഒട്ടകത്തിന് ബുക്കണം അയച്ചു. നബിക്ക് മനസ്സിലായപ്പോ നമ്മൾ കുടുങ്ങിക്കിട്ടത്. അപ്പൊ നബിക്ക് ആവശ്യമൊന്നുമില്ല, ഇതിന് ബുക്കണായി ചാവും വലിയ കിട്ടല്. പക്ഷെ നബി ആയപ്പോ ചെറിയൊരു പൂർത്തികളുണ്ട്. കാരണം ഇങ്ങനത്തെ സാധനം നബിനത്ത് വെച്ചിട്ട് വെച്ചാൽ ശരിയല്ലോ. അപ്പൊ അതേപോലെ നബി അതാരും വാങ്ങൂല, ഇത് ഒന്നിനും പറ്റാത്തൊരു ആയിക്കോട്ടെ കുഴപ്പമില്ല, എനിക്ക് ആവശ്യമില്ല, ഇത് ബുക്കണായി സാധനം കൊടുത്തോളാം. അപ്പൊ എത്ര വില ഉണ്ട് ചോദിച്ചു. എത്ര കിട്ടാൻ വേണ്ടി മേത്ത് വാങ്ങിയിട്ട് നമ്മൾ കാണും. എത്ര കിട്ടിയ സന്തോഷമാണ്. വില നിശ്ചയിച്ചു, കച്ചവടം ഉറപ്പിച്ചു. അപ്പൊ ജാബിദ് ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ പരീക്ക് എത്ര വരെ നിങ്ങൾ പോട്ടെ, മറ്റേ നടന്നുകൊണ്ടേയിരുന്നു. അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് സ്ഥലക്കൂടെ മതിയാണ്. അവിടെ ചെന്നു ഒട്ടകത്തിന് നബി വാങ്ങി പൈസ കൊടുത്തു. പൈസ കൊടുത്തത് പറഞ്ഞ ഒട്ടകത്തിൽ കൊണ്ടേക്കുവാൻ. ഒട്ടകം വേണ്ടക്ക് ആവശ്യമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. ഇനി പുറത്തത് എന്റെ കച്ചവടം ആയിക്കോട്ടെ, പൈസ എടുത്തോ, ഒട്ടകം എടുത്തോ. നബിയുടെ നന്മയുടെ അങ്ങേയറ്റമാണ്. അപ്പൊ ഒരാളെ സഹായിക്കാൻ ഒരു സ്വതം കൊടുക്കുന്നത് മാത്രമല്ല. ചിലപ്പോൾ നബി ഹദിയ കൊടുക്കും. ഹദിയ സമ്മാനമാണ്, ഗിഫ്റ്റാണ്. സ്വതക്ക പാവപ്പെട്ട മിസ്കിമാർക്ക് മുഖ്യമാർക്കാണ്. ഹദിയ തന്നെ. ഹദിയ നമ്മളെ കിടത്താളുകൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബക്കാര്, നമ്മളാർക്ക് പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ, അവർക്ക് നമ്മളെ ഒരു ഗിഫ്റ്റ്, അതാണ് ഹദിയ. നബി ധാരാളമായി ഹദിയ കൊടുക്കുന്നുണ്ട്. നബിക്ക് ഹദിയ കിട്ടിയാൽ നബി അപ്പത്തിനെ പലർക്ക് അത് കൊടുക്കുന്നതാണ്. സ്വതക്ക നബി ഭക്ഷിക്കലില്ല, ഹദിയ നബി ഭക്ഷിക്കലുണ്ട്. നബിക്ക് സ്വതക്ക കിട്ടിയാല് നബി ഭക്ഷിക്കൂല, അതാക്കി കൊടുക്കുക ചെയ്യും. ഹദിയ കിട്ടിയാൽ നബി ഭക്ഷിക്കും, ബാക്കിയുള്ളവർ കൊടുക്കുകയും ചെയ്യും. അമ്പിയാക്കന്മാർ പ്രത്യേകതയാണ് സ്വതക്ക ഭക്ഷിക്കുക. സ്വതക്ക ഒരാളുടെ ഔദാര്യമാണ്. അപ്പൊ അത് വേണ്ട, ഔദാര്യം വേണ്ട. അതാണ് സൽമാൻ ഫാരിസി നബിയാണോ ടെസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെയുണ്ട്. സൽമാൻ ഫാരിസി പേർഷ്യക്കാരനാണ്, യഹൂദിയാണ്. അദ്ദേഹം മദീനത്തിന് നബി എത്തിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോ തെരഞ്ഞു വന്നതാണ്. അപ്പൊ തൗറാത്തിൽ പറഞ്ഞ 3 ലക്ഷണമുണ്ട് നബിയെ പറ്റി. സ്വതക്ക ഭക്ഷിക്കൂല, 2 ഹദിയ ഭക്ഷിക്കും, 3 ഈ പുറഭാഗത്ത് പ്രവാചക മുദ്രയുണ്ട്. ഒരു പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ചെറിയൊരു തടിപ്പ്, അത് ഈ നബിക്ക് ഉണ്ടാവും, തൗറാത്തിൽ പറഞ്ഞ അടയാളമാണ്. അപ്പൊ അദ്ദേഹം നബിയെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നബിനെ ആണോ, ഒറിജിനൽ നബി ആണെങ്കിൽ വിശ്വസിക്കാമല്ലോ. ഇത് അടിമയാണ്, യഹൂദികളെ കൂടെയാണ്, യഹൂദികൾ അടിമയാണ്. അങ്ങനെ വന്നു നബിനടുത്ത് വന്നിട്ട് കുറച്ച് ഈത്തപ്പഴയിട്ട് വന്നത്. അവിടെ പരിചയപ്പെട്ടപ്പോ ഈത്തപ്പഴം കൊടുത്തു. അപ്പൊ നബി എന്താ വകയച്ചു? സ്വതക്കത്തുണ്ടിലേക്ക് എന്റെ മകനക്കൊരു സ്വതക്കയാണ്. അവൻ നബി ഞാൻ സ്വതക്ക ഭക്ഷിക്കുന്നില്ല, എടുത്താള് ഒക്കെ കൊടുത്തവർ നോട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി 1ാമത്തെ ലക്ഷണം ശരിയായി. പിറ്റേന്ന് അദ്ദേഹം വീണ്ടും വന്നു, അന്നുകൊണ്ട് കുറച്ച് ഈത്തപ്പഴം കഴിയും. അവൻ നബി കൊടുത്ത് എന്താണ് സൽമാൻ? എന്റെ മകൻ ഹദിയാവും. നബി വാങ്ങി, നബി കഴിച്ചു, കൂടുതലൊക്കെ കൊടുത്തു. എല്ലാവരും കൂടി ഉള്ളതോടാണ് ഓരോ ചെന്നപ്പോ സൽമാൻ ബോധ്യപ്പെട്ടു, ഈ 2 ലക്ഷണം ശരിയായി. ഇനി 3ാമത്തെ ലക്ഷണം കൂടി മനസ്സിലാവണം. നബിന്റെ മുതുകിൽ ഈ 2 ഷോൾഡറിന്റെ മധ്യഭാഗത്തായി വലത്തോട്ട് അല്പം കൂടി അടുത്തുകൊണ്ട് ഒരു ചെറിയ പ്രവാചകത്വ ഹാത്തപ്പന്റെ രൂപ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ, കുപ്പായ കെട്ട് അവർ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നബി ഒരു മുണ്ടോടെ ഇങ്ങനെ പൊതിച്ചിട്ടായി നിൽക്കുന്നത്. അപ്പൊ ഇദ്ദേഹം നബിന്റെ ഇങ്ങനെ എനിക്ക് മുന്നേക്ക് വരും, പിന്നെ പിന്നേക്ക് പോകും, പിന്നെ മുന്നേക്ക് ഇങ്ങനെ തിരിഞ്ഞടിച്ചില്ല. എന്താണ് പറഞ്ഞത്? അപ്പൊ നബിക്ക് മനസ്സിലായ സംഭവം എന്താ. അപ്പൊ നബി മുണ്ട് മാറ്റി കാണിച്ചു കൊടുത്തു. ഇതെന്റെ ആവശ്യം ചോദിച്ചു. കണ്ടു, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ നബിയുടെ നന്മയുടെ വ്യത്യസ്തമായ വകഭേദങ്ങൾ. സ്വതക്ക ഭക്ഷിക്കൂല, എന്നാൽ സ്വതക്ക എല്ലാവർക്കും കൊടുക്കും. ഹദിയ കിട്ടിയ നബി തിന്നും, ബാക്കിയുള്ള എല്ലാവർക്കും അത് പരിഗണിക്കുകയും ചെയ്യും. ഒറ്റക്കും തിന്നലില്ല, എന്ത് വന്നായിട്ടില്ല. നബിയെ പറ്റി പറഞ്ഞത് ചോദിച്ചു വരുന്ന ഒരാളെയും മടക്കലില്ല. ആര് ചോദിച്ചു വന്നാലും എന്താണുള്ളത് കൊടുക്കാം. നബിന്റെ പതിവ്. നമ്മുടെ 100 ചോദ്യം ആട് വെക്കും. അഡ്രസ് ചെയ്താൽ മാനേജർ നമ്മളായിട്ടേക്ക് വിളിച്ചോക്കട്ടെ, ഒക്കെ തട്ടിപ്പോ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടല്ലോ. അതിനു വേണ്ടിയാണ്.
തട്ടിപ്പെടുത്തി നമുക്ക് ലാഭമില്ല. നമുക്ക് എന്ത് നഷ്ടം? നമ്മളടുത്ത് പറ്റിച്ച് വിചാരിക്കാം, നമുക്ക് നഷ്ടമുണ്ടാകും. പറ്റിച്ച് അതിന് കൂടി ഏറെ കൂലിട്ടു. നമ്മൾ കൊടുക്കാതെ കഴിച്ചാൽ വേണ്ടിയുള്ള പണിയെടുക്കുന്നത്. അപ്പൊ ചോദിച്ചാൽ എവിടെ എന്തായാലും നാളെ ചോദിച്ച് അവിടേക്ക് പരിചയം ആളുണ്ട്, എവിടെയാണ്, അവിടെ എന്താണ്, നമുക്ക് പരിചയം ഉണ്ടാവില്ല. വെറുതെ ചോദിക്കാം, ഇവിടെ കൊടുത്തു വിടുക, അല്ലെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞു വിട്ടാൽ മതി. അപ്പൊ ഇതെല്ലാവരും തട്ടിപ്പാണ് തീരുമാനിച്ചാൽ പിന്നെ ആർക്കും കൊടുക്കണ്ട. അതൊന്നും മനസ്സില. നന്മയിൽ മുന്നേറുക എന്ന മനസ്സാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ ഏത് നന്മയുണ്ടോ അവിടെയൊക്കെ നബികൾ മുമ്പിലുണ്ടാവുമായിരുന്നു. ധൈര്യത്തിൽ നബിയുടെ ഏറ്റവും മുമ്പിലുണ്ടാവും. സഹബയുടെ രാത്രി പെട്ടെന്ന് വലിയ ശബ്ദം കേട്ടു. എല്ലാവരും നിർത്തി ഉണർന്നു. എന്താ വൃത്തില്ല, എന്തോ ഒരു ഭയങ്കര സൗണ്ട്. അപ്പൊ ശബ്ദം കേട്ട് ഇന്ന ഭാഗത്തു നിന്നാണ്. പക്ഷെ ആർക്കൊരു പോയൊക്കെ ധൈര്യമില്ല, എന്താ ഇതോ. അപ്പൊ എല്ലാവരും അവിടുന്നൊക്കെ പെരയൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി എന്തൊരു ഒച്ചയായിട്ട് നിന്നാണ്. അത് പോയൊക്കെ ആയിട്ട് നല്ല ധൈര്യം കിട്ടുന്നില്ല. അപ്പൊ നബി അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നബി നേരത്തെ പോയി നോക്കി, ആദ്യം പോയി നോക്കി. നബി അത് പേടിക്കാനൊന്നുമില്ല, അതെന്താണ് വിഷയം എന്ന് പറഞ്ഞ് നബിയോട് സമാധാനം. അത്ര ധൈര്യം നബിക്കുണ്ടായിരുന്നു. ധൈര്യത്തിന്റെ കാര്യത്തിൽ നബി ഒന്നാമനായിട്ടില്ല. അപ്പൊ എവിടെയും അതാണ് നബി. നിങ്ങൾ നന്മയുടെ ഏത് വശത്തും പിന്നിക്കുന്നില്ല. എന്ത് സംരംഭമായിക്കോട്ടെ, ഏത് നന്മയായിക്കോട്ടെ, അവിടെയൊക്കെ മുമ്പിലുണ്ടാവും. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, സത്യം പറയുക, ആ കുടുംബബന്ധം ചേർക്കുക, ഇങ്ങനത്തെ ഏതും അയൽപക്ക ബന്ധങ്ങൾ എവിടെ വന്നാലും നബിക്ക് ആ സൈഡ് അത്ര ഒരു ശരിയല്ല എന്ന് പറയേണ്ടാവില്ല. എല്ലാ രംഗത്തും നന്മകൾ ധാരാളമായി പ്രവർത്തിക്കുകയും അത് നിഷ്ഠമായി പാലിക്കുകയും ചെയ്താണ് പ്രവാചകന്റെ മാതൃക. അത് നബിതൻ ഏറ്റവും അധികം ചെയ്തത് റമദാനിലാണ്. ജീവിതത്തിൽ പൊതുവെ എങ്ങനെയാണ്? റമദാൻ പ്രത്യേകിച്ചും എല്ലാ നന്മകളും നബിതങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുമായിരുന്നു. നമുക്കും ആലോചിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. അത് പൈസ കൊടുക്കാന്നുള്ളത് മാത്രമൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് നന്മകളുണ്ട്. ദഅവത്ത് ഏറ്റവും പറ്റിയ സമയം റമദാനാണ്. ഒരു 10 ബുക്ക് കിട്ടി, അത് പുള്ളികൾ കൊണ്ടുപോയി കൊടുത്തു, അടുത്ത അയൽവക്കത്ത് വലിയ കൊണ്ടുപോയി കൊടുത്തു. നന്മയുടെ ഒരു വശമാണ്. ഇന്നലെ കൊടുത്തതിനേക്കാളും കൂലി കിട്ടും ഇന്ന് കൊടുത്താൽ. ഇന്നലെ കൊടുത്തതിനേക്കാളും ഏറെ കൂലി ഇന്ന് കൊടുത്താൽ കിട്ടും. അങ്ങനെ ചിന്തിക്കാൻ പലപ്പോഴും പറ്റില്ല. റമദാൻ മാസമാക്കി നിർത്തിയൊക്കെ ചെയ്യാം, ആക്കി നിർത്തി. ഇനിയിപ്പോ നോമ്പിലൊന്നും നടക്കൂല, നോമ്പ് ചെയ്യട്ടെ. നന്മകൾ റമദാനിലാണ് വർദ്ധിക്കേണ്ടത്. ഒരാളെ ഏതെങ്കിലും മറ്റു സഹായിക്കുക, പൈസ കൊണ്ട് മാത്രമല്ല, ശാരീരികമായി, സാമ്പത്തികമായി, ഒരു സപ്പോർട്ട് കൊണ്ട് ഒക്കെ സഹായിക്കുക. റമദാനിലാണ് വർദ്ധിപ്പിക്കേണ്ടത്. റമദാൻ കിടന്നുകൊണ്ടാണതല്ല. റമദാൻ എങ്ങനെ ഉറങ്ങി ഇതൊക്കെ നേരം വൈകുന്നേരം ഉണ്ടായി കിട്ടിയാൽ മതി എന്നതൊക്കെയല്ല. നന്മയുടെ എല്ലാ വശങ്ങളും എനിക്കെങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. ഒന്നും വേണ്ട, നല്ല ഒരു മെസ്സേജ് കിട്ടി, അത് നാലൊക്കെ അയച്ചു കൊടുത്തു, അതൊരു ഹൈറാണ്. നന്മ പ്രചരിപ്പിക്കൽ അത് വലിയ വീട്ടുള്ള കാര്യമല്ല. തിന്മയെ വിരോധിക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. രോഗിയെ സന്ദർശിക്കൽ, നോമ്പുകാരൻ പ്രത്യേകിച്ചും മഹത്വമുള്ള കാര്യം. രോഗിയെ സന്ദർശിക്കൽ, എത്ര രോഗികളുണ്ട്, ഒന്ന് പോയി കണ്ടാൽ ഓർക്കും ഒരു സന്തോഷമാണ്. ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റും, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ഓർക്കും അതിൽ ആശ്വാസമായി. റമദാനിൽ നോമ്പുകാരനാകുമ്പോൾ പ്രത്യേകം വർദ്ധിപ്പിക്കേണ്ട 4 കാര്യം അതിൽപ്പെട്ട ഒന്നാണ് രോഗിയെ സന്ദർശിക്കുക. മറ്റു ജനാസയെ അനുഗമിക്കുക. മരിച്ചു എന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ നോക്കുക. നമുക്ക് പരിചയമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, ഒന്ന് എത്തിപ്പെടാൻ നോക്കുക. ആ ജനാസ നിസ്കരിക്കാൻ, ആ ജനാസനെ കൂടെ പോകാൻ കഴിയുമെങ്കിൽ അത് പരിശ്രമിക്കുക. മിസ്കീന് ഭക്ഷണം കൊടുക്കുക, സാധുവിന് ഒന്നും വേണ്ട, എന്തെങ്കിലും കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്താൽ തന്നെ അത് വലിയ പുണ്യമാണ്. ആ നിലക്കുള്ള നന്മയുടെ വശങ്ങൾ നബിയോട് ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ തുഈനു അലാ നവാഇബിൽ ഹഖ്. ഹക്കിന്റെ ഏതെല്ലാം മേഖലയുണ്ടോ അത് മുഴുവൻ സഹായിക്കുന്ന ആളാവുന്ന നിങ്ങൾ. എല്ലാത്തിനും സഹായിക്കാൻ നബി ഉണ്ടാവും, ഉപദേശം കൊടുക്കാൻ നബി ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ് ഉപദേശം കൊടുക്കാണ്ടാവും, സമാധാനിപ്പിക്കാണ്ടാവും. നബിയൊക്കെ പള്ളിയിൽ നിൽക്കുമ്പോൾ ജാബിദാനും അവിടെ പള്ളി ചെലവ് മൂലക്കൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോ എന്തോ ടെൻഷനുള്ള യുദ്ധമായിട്ട് തോന്നി നബിക്ക്. ഓരോ സഹാബികളെയും ആ നിനക്ക് ബന്ധമുണ്ടായി. ഓരോ സഹാബിയും വിചാരിക്കുന്നതാണ് നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. അത്ര ബന്ധം നബിക്ക് അവരുമായി ഉണ്ടായിരുന്നു. പല സഹാബികളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയും അയാളെ പേര് പറയാൻ പറ്റി. അങ്ങനെ നബി ഏത് ചെറുതും വലുതുമായ ആളൊക്കെ ബന്ധം നിലർത്തി. ജാബിദാനെന്ന് പെണ്ണിട്ടാത്ത ചെറുപ്പക്കാരനാണ്, പള്ളിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. മൂത്ത് നോക്കിയപ്പോ നബിക്ക് മനസ്സിലായി സാധാരണ പള്ളി വന്നിരിക്കുന്നതല്ല, എന്തോ ടെൻഷനായിട്ട് ഇവിടെ നിന്ന് കൂടിയിരിക്കണം. അപ്പൊ നബിക്ക് എന്താണ് ജാബിദ്, അല്ലാത്ത വിഷമമുണ്ടല്ലോ മൂത്ത്. അതാണ് ഒരു നേതാവിന്റെ ഗുണം. എത്ര ചെറിയ ഒരാളെയും അയാളെ വിഷമങ്ങൾ അറിയുന്നു. അപ്പൊ അദ്ദേഹം നബിയെ, എന്റെ വാപ്പ ഉഹദിൽ ഷഹീദായതാണല്ലോ,
ഒഴുക്ക് പോകുമ്പോൾ 2 ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഒന്ന് വലിയൊരു കടബാധ്യത വാപ്പാക്കുണ്ടായി, അതെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്കത് മുട്ടാനേ കിട്ടില്ല. 2 എനിക്ക് 6 പെങ്ങന്മാരാണ്. ഈ 6 പെങ്ങന്മാരും ഞാനും ഉമ്മയും. ഈ 8 കുടുംബത്തിന്റെ ഇന്നത്തെ നാഥൻ ഞാനാണ്. ഞാൻ നയിച്ചിട്ട് ഈ കടം കൂട്ടാനും ഇതൊക്കെ പാടെ ആളുമില്ല. കടക്കാർ വന്ന് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വിഷമിച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. അപ്പൊ സമാധാനിപ്പിച്ചു. എന്താ വരുമാനം ചോദിച്ചു. വരുമാനം വാപ്പാൻ്റെ ഒരു ഈത്തപ്പഴം തോട്ടുണ്ട്, അതിന് ലേശം ഈത്തപ്പഴം കഴിക്കും, അതിങ്ങനെ വിട്ടിട്ട് കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ കടം കിട്ടും, ഞങ്ങൾ ചിലവും കഴിയണം. ഇതാണ് പാകുള്ളത്. എന്താ എന്തെങ്കിലും കൂട്ടി തോട്ടത്തിൽ കാണല്ലോ. തോട്ടത്തേക്ക് പോയി. അപ്പൊ തോട്ടത്തിന് വേണ്ടി തോട്ടമൊന്നുമല്ല, അവിടെ ചെന്നൊരു ഞങ്ങൾ ദുആ ചെയ്തു ബർക്കത്തിന് വേണ്ടി. ആ കൊല്ലം ധാരാളം ഈത്തപ്പഴം കഴിച്ചു. അതൊക്കെ വിറ്റ് കടകളൊക്കെ വീടി ഒക്കെ വാഴ്ത്തായി. അപ്പൊ എല്ലാവരുടെയും എല്ലാ തലങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് എനിക്കവിടെ എന്താണ് ചിലപ്പോൾ ഒരു പ്രാർത്ഥന ഒരു സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, അത് ശിഫാക്കട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പോന്നാൽ ആ മനുഷ്യന് വലിയ സമാധാനിക്കും. ഏറ്റവും വലിയ ഹൈറാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷം എനിക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ ഹൈറാണ്. ഇബ്നു അബ്ബാസ് പറയുന്നത്, ഒരാളെ കൂടെ അയാളുടെ കയ്യിൽ പിടിച്ച് അയാളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അയാളെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് എനിക്ക് റസൂലുള്ളാഹിന്റെ പള്ളിക്ക് ഒരു മാസം ഇത്കാഫിക്കാൻ കിട്ടുന്ന. ഒരു മാസം അദ്ദേഹത്തെ പള്ളി ഇത്കാഫിക്കാൻ അവസരമുണ്ട്. ഒരാളെ പ്രശ്നം തീർക്കാൻ ഓനപ്പെട്ട് പോകാൻ അവസരമുണ്ട്. എന്നാൽ എനിക്ക് ഓനൊക്കെ പോകാനാണ് കൂടി. ഈ കിടക്കാളേറെ ഓരോ പ്രശ്നം തീരുമല്ലോ. മുസ്ലിമിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ ദുനിയാവിൽ ഒരാളുടെ ബുദ്ധിമുട്ട് ഒരാൾ തീർത്തു കൊടുത്താൽ പരലോകത്തൊരു ബുദ്ധിമുട്ട് അള്ളപ്പന് തീർക്കുന്നതാണ്. വലിയ ഓഫറാണ്. അപ്പൊ റമദാനാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് വൈഡായി ചിന്തിക്കണം. എവിടെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇടപെടാൻ പറ്റുക, എവിടെയൊക്കെ നന്മയുടെ ഭാഗമാക്കാൻ പറ്റുക. ചില ഇഫ്താറിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് കൂടിക്കൊടുക്കലേക്കും നന്മയാണ്. സപ്ലൈ ചെയ്യാൻ ഒന്ന് അവിടെ നമ്മൾ കൂടി കൊടുക്കുക, അത് നന്മയാണ്. അതുപോലെ വെച്ചോളൂ, ഞാൻ അവിടെ ഇരുന്നാൽ മതിയല്ല, അതടക്കം നന്മയാണ്. പള്ളി വൃത്തിയാക്കുക, അത് നന്മയാണ്. പള്ളി വൃത്തിയാക്കുക, ഒപ്പം കൂടി കൊടുക്കുക. അത് ഒരാളെ നിർത്തിക്കണമെങ്കിൽ അയാൾ കൈകട്ടെന്നല്ല, കഴിക്കോട്ടെ, അയാളൊപ്പം നമുക്ക് പണി കൂടിയിട്ട് ഇങ്ങനെ തുടങ്ങി ഏതേതൊരു അതാണ് ത്വരീഖ്. വഴിയിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കൽ പോലും ഈമാന്റെ ഭാഗമാണ് എന്നാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. ഈമാൻ 70 ശാഖകളാണ് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് വഴിയിൽ കാണുന്ന ഒരു മുള്ളോ എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റോ ഒന്നും ഒഴിവാക്കി അതുപോലും ഈമാന്റെ ഭാഗമാണ്. അങ്ങനെ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരുപാട് നേടാൻ ഈ 30 ദിവസം കൊണ്ട് തീർച്ചയായും നമുക്ക് കഴിയും. അങ്ങനെയാണ് അത് ശീലിച്ചാലോ അവിടുന്ന് അങ്ങനെ പിന്നെ അത് പോവുകയും ചെയ്യും. ഈ 30 ദിവസം അങ്ങനെ ശീലിച്ചാൽ അത് കഴിഞ്ഞാൽ നിൽക്കില്ലല്ലോ, സ്വാഭാവികം തുറന്നു പോയിക്കോളും. അല്ല നമ്മൾ പുറത്ത് മെസ്സിന് പ്രസാദം ഉണ്ടാക്കി പുറത്ത് മറ്റൊരെ പറഞ്ഞ് കുറെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഈമാൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായി പണിയെടുക്കുക, തഖ്വ വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, പടച്ചറപ്പുമായി കൂടുതൽ അടുക്കാനുള്ള വഴികൾ നമ്മൾ ചെയ്യുക. ഒരു യാത്ര നിർബന്ധമാണ്, എപ്പോഴായാലും പോകും. ആ യാത്രക്ക് ഒരുങ്ങല്ലാതെ വേറെ ഒരു വഴിയില്ല. പോകാതൊക്കെ കഴിയില്ല, ഇന്ന് പോയിക്കൂടെ ഇല്ല. അപ്പൊ യാത്രക്ക് ഒരുങ്ങുക അതന്നെയാണ് ഏറ്റവും പ്രധാനം. ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് നമ്മളൊക്കെ ഫോണൊക്കെ ഒരുപാട് സാധനം വരും. ഇതെല്ലാം കൂടി നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതല്ല. നമ്മൾ അത് തീരുമാനിച്ചാൽ മതി. എല്ലാ ഗ്രൂപ്പും നോക്കിയേ പറ്റുള്ളൂ, എല്ലാ മെസ്സേജും കേട്ടേ പറ്റുള്ളൂ, അങ്ങനെ നോക്കിയ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു നിയന്ത്രണം എനിക്ക് ഏർപ്പെടുത്തുക. വെറുതെ ഫിത്തിരി പ്രസാദ് റമദാനൊക്കെ ഉണ്ടാക്കണം മനുഷ്യന്മാരുണ്ടാവും. അറിവില്ലായ്മ കൊണ്ട് വിശ്വാസനാക്കാൻ മനുഷ്യന്മാരുണ്ടാവും. ദീനിന്റെ കാര്യത്തിൽ ഓരോരുത്തരും എന്നെ വിളിച്ചാൽ അതൊക്കെ നമ്മളും വിശ്വസിച്ച് നമ്മളെ ഈമാൻ തെറ്റിപ്പോണ എത്രയോ സംഗതികളുണ്ടാവും. അതൊന്നുമല്ല. അവിടെയൊക്കെ നമുക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡ്. ദീന് പഠിക്കണം, ദീൻ നമ്മൾ പഠിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും അപ്പോഴേക്കും എന്താ പത് ഇങ്ങനെ ഒരാകെ വിശ്വാസമായി. അത് 4 ആൾ ചോദിച്ചു, ഉത്തരം കിട്ടില്ല. അപ്പോഴത്തെ എന്താ പത് ഞാൻ നിർത്തിപ്പോകണം. നിർത്തിപ്പോയി നമുക്ക് പോയി ഇല്ലാത്തുള്ളൂ. നമ്മുടെ പരലോകത്തിന് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുകയെങ്കിൽ എവിടെ നിർത്തിപ്പോനാ? പരിഗണിച്ചില്ല, മറ്റൊന്ന് മൈൻഡിലില്ല, അതോടെ നിർത്തി. അടുത്ത വർഷന്മാരൊക്കെ എന്ത് കാര്യം?
നമ്മൾ ആർക്ക് വേണ്ടിയുമല്ല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മറുപടി കാണാം, പ്രശംസയും ആക്ഷേപവും അവന് ഒരുപോലായി മാറണം. അതാണ് ഇഖ്ലാസ്. പ്രശംസിച്ചാലോ തോന്നുന്നില്ല, ആക്ഷേപിച്ചാലോ അപ്പോഴും തോന്നുന്നില്ല. കാരണം ഓരോ ആക്ഷേപം പേടിച്ചിട്ടല്ല അവൻ ചെയ്തത്, മറ്റൊരു പ്രശംസയ്ക്ക് വേണ്ടി അല്ല അവൻ ചെയ്തത്. അവർക്ക് എത്തുമ്പോഴാണ് ശരിയായ ഇഖ്ലാസ്. നമുക്കൊക്കെ എത്താൻ പറ്റില്ല എന്നാണ്. ക്ലാസ് മക്കൾ പറയാൻ പോലെ എന്ത് ക്ലാസ് ശരിയായി കേട്ടോ, എന്താ പ്രായത്തായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ഡേറ്റ് വെച്ചിട്ട് അപ്പൊ കാണാൻ നോക്ക് എന്നാണ് തോന്നുന്നതെങ്കിൽ കഴിഞ്ഞു. അതിനു വേണ്ടിയല്ല. ഒരു പ്രശംസ കിട്ടുമ്പോ നമ്മൾ ഉത്സാഹ തോന്നുക, ആക്ഷേപിക്കപ്പെട്ടാൽ നമ്മൾ ഡൗൺ ആകാം, അതൊന്നുമില്ല. നമ്മൾ അല്ലാഹ്ക്ക് വേണ്ടി വധിയില്ല, അല്ലാഹു തആലക്ക് വേണ്ടി. എന്നുണ്ടെങ്കിൽ ആരെ ആക്ഷേപിച്ചെന്താ പ്രശ്നം, ആരെ പ്രശംസിച്ചെന്താ പ്രശ്നം? ഒരു കമ്മിറ്റി ആകുമ്പോ ചിലപ്പോൾ കൂട്ടായ്മ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര കുറ്റപ്പയ എന്താ ഓൻ എന്ത് സെക്രട്ടറിയാണ്, എന്ത് പ്രസിഡന്റാണ്, ഓൻ എന്താ ആളാണ്, ഇവിടെ യോഗം വിളിക്കണില്ല, പുറത്ത് നോക്കണില്ല, ഇനി പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നന്ദിക്കോട്ടെ, നിങ്ങൾ നടത്തി നമുക്ക് കാണാലോ. അതല്ല കൂട്ടാൻ പറഞ്ഞ കാര്യമുണ്ടോ, നമുക്ക് പരിഹരിച്ചു പോകണം. അല്ല അത് കാര്യമില്ലേ, ഓരെ ബോധ്യപ്പെടുത്തണം. അല്ല വെറുതെ പറയണോ, എന്തില്ല, നമുക്കത് ആശ്വാസമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്രയും പ്രസാദം പല വഴിക്കും വരും, ദീന്റെ വനത്തിൽ വരും, വ്യത്യസ്തമായ രീതിയിൽ വരും. അവിടെയൊക്കെ അതിൽ പോയി പെട്ടുപോയാൽ നമ്മുടെ സ്വർഗമാണ് നഷ്ടമാവണം. അതില്ലാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പടച്ചറപ്പ് തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. റമദാനിൽ സ്വാഭാവികമായി നമ്മളൊക്കെ കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്യും. 2-3 കാര്യം അതിൽ പ്രത്യേകമായി നമ്മൾ അറ്റൻഡ് ഉണ്ടാവും. ഒന്ന്, നമ്മുടെ ജാമിയ ഹിന്ദിന്റെ കാര്യം. സാധാരണ റമദാനുകളൊക്കെ കുറെ വർഷങ്ങളായി ഉടക്ക വരവുണ്ട്, പിരിക്കലുണ്ട്. ഇപ്പൊ എല്ലാവരും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. എല്ലാ സ്ഥലത്തും കൂടി എത്താനെന്നാലും നമ്മൾ കുറച്ചാളും കൂടെ തന്നെ കഴിയുകയില്ല, ശരിയുമല്ല. അപ്പൊ എല്ലാവരും കൂടെ കൂടി ഏറ്റെടുത്ത് എല്ലാവരും കൂടെ പിരിച്ചത് ഇത് ഓരോരുത്തരെയും ആവശ്യമാണല്ലോ. ജാമ്യക്ക് പൈസ ഉണ്ടാകുക എന്നുള്ളത് എന്റെ ആവശ്യം മാത്രമല്ല, നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. അപ്പൊ ആ നിരക്ക് നമ്മൾ മണ്ഡലം, ജില്ല വഴി എല്ലാ സ്ഥലത്തേക്കും റെസീപ്റ്റ് സൗകര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നൗഫൽ പാതക്കടവാണ് ചുമതല ഏൽപ്പിക്കപ്പെട്ടാണ്. അപ്പൊ അതിന്റെ കയ്യിൽ ജാമ്യത്തിന്റെ റെസിപ്റ്റ് ബുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒന്ന് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ എത്തിച്ചു കൊടുക്കും. നൗഫൽ വിളിച്ചിട്ടില്ല, വന്നിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെന്നാല് കൊടുക്കാത്തവർക്കാണ് നഷ്ടം. 690 കുട്ടികളാണ് താമസിച്ച് പഠിക്കുന്നത്, ആണും പെണ്ണുമായിട്ട് 2 ക്യാമ്പസിൽ കൂടെ. 1.25 ലക്ഷം രൂപ ഒരു ദിവസം വേണം ജാമ്യ വർക്ക് ചെയ്യാൻ. ഒരു ദിവസം 1.25 ലക്ഷം രൂപ. ഏതാണ്ട് 2300 ആൾക്കുള്ള ഭക്ഷണമാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്, 3 നേരം കൂടി. ഇതൊക്കെ എന്നും നടക്കണം. ഒരു ദിവസം 2 ദിവസം മാത്രമല്ല, സ്ഥിരമായി നടക്കുന്ന ഒരു സംവിധാനമാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാവരും കൂടി പരിശ്രമിച്ച് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചപ്പോ പടച്ചറപ്പ് ഒരു പ്രയാസമില്ലാതെ ഇതുവരെ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. ദീന്റെ വഴി നിൽക്കുന്ന കാലത്തോളം ഇൻഷാ അല്ലാഹ് നമ്മളെ സഹായിക്കുന്ന ഉറപ്പ് നമുക്ക്. നമ്മൾ ആരും സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിൽ നമ്മൾ ആരും ഒപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് നടക്കും. നമ്മളൊപ്പം കൂടി കൊടുത്താൽ നമുക്ക് ലാഭം, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നതല്ലാതെ പോകുന്നുമില്ല. അപ്പൊ അതിന് ഞങ്ങളാണ് പിരിവിനോട് പ്രത്യേകം വരില്ല. നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് നൗഫലിനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ജാമ്യന്റെ അക്കൗണ്ടിലേക്ക് അയച്ചാലും പോയി. ജാമ്യന്റെ കലണ്ടർ ഉണ്ടാവും, ആ കലണ്ടറിന്റെ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ഉണ്ടാവും. അതിൽ അയച്ചു കൊടുത്താലും ജാമ്യന്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കൊള്ളും. അല്ലാതെ നമ്മളത് വരാത്തോണ്ട് ഇപ്പോ സംഖ്യ കുറഞ്ഞു, അത് മൊഴി വരുമ്പോ കൊടുക്കാൻ ഇപ്പോ നൗഫലല്ലേ അതൊക്കെ എത്ര മതി, നൗഫലിന്റെ മൊഴിക്കല്ലേ കൊടുക്കുന്നത്, ജാമ്യക്ക് ആ നിൽക്കുമ്പോൾ കാണുക. 2 നമ്മൾ സംസ്ഥാന വർക്കിംഗ് ഫണ്ട് ഇതിൽ കൂടെ തന്നെ കാണേണ്ടുന്ന ഒന്നാണ്. ഒരുപാട് ദഅ്വാ സംരംഭങ്ങൾ നടക്കുന്നു, വ്യത്യസ്തമായ ആസൂത്രണം നടക്കുന്നു. ജാമ്യ അടക്കം, പീസ് റേഡിയോ അടക്കം ഒക്കെ സംസ്ഥാന സമിതിയുടെ ഒരു മുഷാവറയിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടായി വരുന്നത്. സ്വാഭാവികമായും അതിന്റെ വർക്കിംഗ് ഫണ്ട് തന്നെയാണ് ഇവിടെ യോഗം കൂടി ചാടിച്ചു പോകാനുള്ള പൈസ തന്നെ. ഒരുപാട് പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വരുന്ന ചെലവുകൾക്കാണ് നമ്മൾ ഫണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് ഒരു പ്രവർത്തകന് 500 രൂപ കൊടുക്കുക എന്നാൽ ഒരു അനുപാതം പറഞ്ഞത്. ഒരു അനുപാതം മുതിർന്നവരും സ്ത്രീകളും യുവാക്കളുമായ നമ്മുടെ മെമ്പർഷിപ്പുള്ള ആളുകളൊക്കെ ഒരു 500 രൂപ കൊടുത്താൽ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞു പോയിക്കോളും. അപ്പൊ അതും ഇവിടെ അതിന്റെ സീറ്റ് ഉണ്ടാവും. അതൊന്നും ആരും തെരഞ്ഞു വരില്ല. പുറത്ത് പ്രവർത്തന ഫണ്ടിന്റെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, അതിന് QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് അയച്ചാലും 500 രൂപ അവിടെ എത്തിക്കോളും. അപ്പൊ ഒന്നും ആരും തെരഞ്ഞു വരാൻ വേണ്ടി കാത്തിക്കരുത്. കക്കാട് പ്രൊജക്ട് അല്ലെങ്കിൽ അത് നമ്മൾ പൂർത്തിയാക്കണം. ഇന്ന് തന്നെ ഓൺലൈൻ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് കൊട്ടേഷൻ പിടിക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തു. ഈ നാളെ മുതൽ കൊട്ടേഷൻ ഫോം കൊടുക്കുകയാണ്. മിക്കവാറും ഒരു 2 ആഴ്ച കൊണ്ട് അവിടുത്തെ ബാക്കി പണികളൊക്കെ നമുക്ക് തുടങ്ങാൻ കഴിയും.
വൈകുന്നേരത്തെ ഓഫർ ചെയ്ത കുറച്ച് ആളുകൾക്ക് കൊടുക്കാണ്ടാവും, അത് വേഗം കൊടുക്കുക. ഇനി ഓഫർ ചെയ്യാത്തവർ എന്തൊരു സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് ഓഫർ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഇപ്പം എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ചെറുതായാലും കൂടെ കൊടുത്താൽ നഷ്ടം വരില്ല. കുറച്ച് കഴിഞ്ഞതൊക്കെ പൊന്തി വന്നതിന് ശേഷം കൊടുക്കാൻ പാടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ പള്ളിക്ക് ഇനി പോയി കൊടുക്കാനുണ്ടെങ്കിൽ നടത്തിപ്പിൽ കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഉണ്ടാക്കിയേ കൊടുക്കാൻ പറ്റുന്നല്ലോ. അത് കഴിഞ്ഞു എന്നപ്പോൾ സംഗതി വരുമ്പോൾ കൊടുക്കലാണ് ഏറ്റവും പ്രധാനം. ആളുകൾക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് 2000 ഉൾപ്പെടുത്താൽ നമ്മളെ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിക്കോളും. അതെങ്കിലും കൊടുക്കാൻ പരിശ്രമിക്കുക. മറ്റൊരുപാട് ആളുകൾ നമ്മളെ തേടി വരും റമദാനാകുമ്പോൾ. അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. വലിയ ആളുകൾ വരും, അവിടെ ബെല്ലടിക്കും, ഓരോ ആളുകൾ വലിയ കയറി വരും. അത് ശല്യമായിട്ടല്ല തോന്നേണ്ടത്. അൽഹംദുലില്ലാ ഖൈറാണ്. നമ്മൾ ഇങ്ങോട്ട് വരണ്ടല്ലോ, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. നമ്മളെത്തില്ല, കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല, അത് നമുക്കറിയാം, അള്ളാഹ്ക്കും അറിയാം. എന്നാൽ ബേജാറൊന്നുമില്ല. നല്ല വർത്താനം പറഞ്ഞു വെച്ചാലും കൊടുത്താലേ കൂലി നമുക്ക് കിട്ടും. നിങ്ങൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുവേ എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മയും മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. സംശയമൊന്നും പറഞ്ഞിട്ടില്ല, ഉറപ്പുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഒരു 1-2 ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങളാണ്. സ്ത്രീകളുടെ ഭാഗത്തോടെ പെണ്ണും പേപ്പറും വെച്ചിട്ടുണ്ട്, അവര് എഴുതി അറിയിക്കുക. അതോടെ പുരുഷന്മാര് മറ്റുപയോഗിച്ച് ചോദ്യം ചോദിക്കുക. അതിട്ട് ഞാൻ തന്നെ ചോദ്യം ചോദിക്കാം. പിന്നെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മുന്നത്തെ സ്റ്റെപ്പ് ഫില്ലായി. രണ്ടാമത് വരുന്ന ആള് അയാൾ ഒരാളെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാള് ഒറ്റക്ക് നിസ്കരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, നമസ്കാരം ശരിയാകാത്തൊരു പ്രയാസം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്ന്, നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് മുഖത്തേക്ക് ഊതിക്കൊണ്ട് 3 പ്രാവശ്യം ശരീരത്തിൽ തടവാൻ പറയുന്നുണ്ട്. അത് 3 പ്രാവശ്യം അതേമാതിരി കയ്യിൽ ഊതി തടവ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നായിട്ട് 3 പ്രാവശ്യം ഊതിയിട്ട് 8 പ്രാവശ്യം തടവലാണോ എന്നുള്ളതാണ് എന്റെ സംശയം. സുഫ് എന്ന് പറയാൻ രണ്ടാളെങ്കിലും നിൽക്കണം, അപ്പൊ സുഫാകും. ഒരാളൊറ്റയ്ക്ക് നിന്നാൽ സുഫാവുകയില്ല. അതുകൊണ്ട് നമ്മൾ വരുമ്പോ ഒരു സുഫ് പൂർത്തിയാണ്, അടുത്ത സുഫിൽ ഒരാളുമില്ല, നമ്മളൊരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇമാം അഹ്മദ് ഒക്കെ ആവശ്യത്തിന് നൽകിയ മറുപടി. അവിടെ മുമ്പേ സ്വത്തുനിന്ന് ഒരാൾ ഇറങ്ങി കൊടുക്കാന്നാണ്, ഒരാൾ പിന്നേക്ക് ഇറങ്ങി കൊടുക്കുക, 2 കൂടെ സൊഫായി നിൽക്കുക. അപ്പൊ മറ്റവരെ ഇപ്പൊ വലിയ കൂടിയിട്ടാൻ വേണ്ടി മുമ്പിൽ ഒന്ന് നയിക്കും. അത് ഒഴിവാക്കി മറ്റൊരൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് കൂലി കുറയാന്നുള്ള പേടി വേണ്ട, അവന് കൂലി കൂടുള്ളൂ. വലുത് തെരഞ്ഞെടുത്തുകൂടെ വന്നു, മറ്റവരെ സഹായിക്കാൻ വേണ്ടി പിന്നെ ഇത് ഒഴിവാക്കി കൊടുക്കുക, ഭരിക്കണം. അപ്പൊ അയാളെ സഹായിച്ച കൂലി കൂടി ഇയാൾക്ക് കിട്ടും. അതേസമയം ഇനിയും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒറ്റക്കാണെങ്കിലും അവിടെ ഒരാൾ ഒതുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10 പന്ന് കൊടുക്കുന്നുണ്ട്. ഇനിയും ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരല്പം വെയിറ്റ് ചെയ്ത പക്ഷെ അവർക്ക് വരും. അല്ലെങ്കിൽ ആൾ വരുന്നത് ഉറപ്പാണ് എങ്കിലും ഓക്കെ, ഒരു പരിപാടി ആ സൂഫായിക്കോളും. അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അതെ തീരുമാനിക്കണം. ഒന്നും ഇല്ലെങ്കിൽ ഒരാളും വരാനില്ല എന്നാ പിന്നെ മോന് ഒന്നിൽ മറ്റേ സുഹൃത്തുക്കൾ അടുപ്പിച്ചാണ് ഗ്യാപ്പുണ്ടെങ്കിൽ അവർക്ക് നോക്കുക. അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും നേരത്തെ സൂചന കൊടുത്തിട്ട് അയാളെ ഒന്ന് പിന്നേക്ക് ഇറക്കി 2 കൂടി അവിടെ സുഫായി നിൽക്കുക. അതാണ് അത് ഏറ്റവും ശരിയായ രീതി. പിന്നെ കിടക്കുമ്പോൾ 3 പ്രാവശ്യം ഓതി 3 പ്രാവശ്യം തടവുക എന്നുള്ളത്, ഒന്നിച്ചു ഓതി തടവുന്നതല്ല, ഓതുന്നു തടവുന്നു, വീണ്ടും ഓതുന്നു തടവുന്നു. അതാണ് ശരിക്ക് ഹദീസിൽ വന്ന രീതി. ഒന്നിച്ച് 3 പ്രാവശ്യം ഓതി ഒന്നിച്ച് ഒറ്റ ഊതി എന്നതിനേക്കാൾ ഹദീസിൽ വന്ന പ്രയോഗം ഓരോ പ്രാവശ്യം അത് ഓതി കയ്യിലേക്ക് ഊതി ശരീരമാസകരം തടവി എന്നാണ് ഹദീസിൽ വന്ന രീതി. ഈ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന കച്ചവടം ഹറാമാണെന്നാണ്. ഏത് സാധാരണഗതിയിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ 2 ബാങ്കുണ്ട്. രണ്ടാമത്തെ ബാങ്കാണ് ശരിക്കുള്ള ബാങ്ക്. ഒന്നാമത്തെ ബാങ്ക് പിന്നെ ഉണ്ടായോ ശരിക്കും 2ാം ബാങ്ക് എന്ന് നമ്മളിപ്പോ പറയുന്ന ബാങ്കാണ് യഥാർത്ഥ 1ാം ബാങ്ക്. ഇമാമ് ഇമ്പറ കയറുമ്പോഴുള്ള ബാങ്ക്, കയറി സലാം ചെല്ലിയുള്ള ബാങ്ക്.
അതോടുകൂടി പിന്നെ കച്ചവടം ഹറാമായി. പിന്നെ കച്ചവടം ചെയ്താൽ കുറ്റം കിട്ടും. അതിൽ ഇനി കച്ചവടം ഹറാമാകുക മാത്രമാണോ അതോ കച്ചവടം സ്വഹിയാകുമോ ഇല്ലേ, അത് മറ്റൊരു ചർച്ചയാണ്. ചില പണ്ഡിതർ പറഞ്ഞ് ഹറാമാവും ചെയ്യും, ആ കച്ചവടത്ത് സാധുവാവുകയും ഇല്ല. അത് വ്യത്യാസമുണ്ട്. കച്ചവടം ശരിയാവില്ല എന്ന് പറഞ്ഞാല് ആ വസ്തു കൊടുത്ത പകരം കിട്ടിയ പൈസ നമ്മുടെ പൈസ ആവില്ല, ഈ വസ്തു വലുതാവില്ല. കച്ചവടത്തിലാണ്, കച്ചവടത്തിൽ നമ്മളെ വസ്തു വലുതാവുന്നു, ഓരോ പൈസ നമ്മളുടെ മാറുന്നു, ഇതാണ് കച്ചവടം. അപ്പൊ കച്ചവടം ശരിയാവൂല എന്ന് പറഞ്ഞാൽ ഇതിന് ഉടമാവകാശം നീങ്ങുന്നില്ല. എന്നാൽ മഹാഭൂരിപക്ഷം കച്ചവടം ശരിയാവും, പക്ഷെ ചെയ്ത പണി ഹറാമാണ്. അതിന് വഴി കുറ്റം കിട്ടും. കാരണം ഇവിടെ കച്ചവടം ഉപേക്ഷിക്കുകയും എന്ന് പറഞ്ഞല്ലോ, അത് കൽപ്പനാക്രിയയാണ്. കൽപ്പനാക്രിയ ആകുമ്പോൾ നിർബന്ധമാണ് എന്നാണ് അതിന്റെ ആശയം. കഴിഞ്ഞ റമദാൻ ആർത്തവം ആയി ഒരു മാസം ബ്ലീഡിംഗ് ഉണ്ടായി. 12 ദിവസം ആയതിനു ശേഷമാണ് റമദാനിലേക്ക് കടന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിന് 8 ദിവസത്തിൽ കൂടുതൽ വരുന്ന രോഗ രക്തമാണ് എന്ന് അറിഞ്ഞു നോമ്പ് നോക്കുന്നു. ഇത് ശരിയാകുമോ? ഒരു മാസം ഏതായാലും ആർത്തവം ഉണ്ടാവുകയില്ല. എങ്ങനെ വന്നാലും ഒരു മാസം ആർത്തവമില്ല. ഒരു മാസം രക്തം വരാം, അത് ആർത്തവ രക്തമല്ല. അത് നോമ്പ് നിസ്കാരം ഒഴിവാക്കാനായിട്ട് പറ്റുകയും ഇല്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, സാധാരണഗതിയിൽ ചില സ്ത്രീകൾക്ക് എല്ലാ മാസവും ഒരേ രൂപത്തിൽ ഉണ്ടാകുന്ന സ്ത്രീകൾ ഉണ്ടാവും. എല്ലാ മാസവും 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, അങ്ങനെയാണ് സ്ഥിരം അവരുടെ പതിവ്. ഒരു മാസം മാത്രം ഒരു മാസം ഒന്നാകെ രക്തം വന്നു എങ്കിൽ അവിടെ സാധാരണ എത്രയാണോ അവർക്ക് ആർത്തവമായി കണക്കാക്കാറുള്ളത് ആ ദിവസങ്ങൾ മാത്രം ആർത്തവമായി കണക്കാക്കുക. ഇപ്പൊ സാധാരണ 6 ദിവസമാണെങ്കിൽ ഇതിലും 6 ദിവസം ആർത്തവമാണ്. 7ാമത്തെ ദിവസം മുതൽ അവർക്ക് നിസ്കാരവും ഒക്കെ അവർ നിർബന്ധമാണ് ചെയ്തു കൊള്ളണം. ഇനി അങ്ങനെ ഒരു ക്രമം ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവും. ഇപ്പൊ മുമ്പ് ക്രമം ഉണ്ടായിരുന്നു, ഒരു അസുഖമൊക്കെ വന്നു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ചില മരുന്നുകൾ കഴിച്ചു, അതോടെ ആർത്തവം ചിലപ്പോൾ ക്രമം തെറ്റിപ്പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഏറി വന്നാൽ 2 ആഴ്ച വരെ ആർത്തവമായി കണക്കാക്കാം മാക്സിമം. അതിനപ്പുറമുള്ളത് ഏതായാലും ആർത്തവമല്ല. ഇനി ഒരു ക്രമവും ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവും, പല മാസവും പല കോലത്തിലാണ് ഉണ്ടാവുന്നത്, ആകെ പ്രയാസപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് ചെയ്യാവുന്ന പണി, ഒന്ന്, അവരുടെ ജ്യേഷ്ഠത്തി, അനിയത്തി, ഇളപ്പന മകൾ, മുത്തപ്പന മകൾ തുടങ്ങിയ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട സ്ത്രീകൾ, അവർക്കെല്ലാം സാധാരണ ഒരു ക്രമം ഉണ്ടെങ്കിൽ ആ ക്രമം ഇവർക്കും ഫോളോ ചെയ്യാം. അതിൽ പൊതുവെ എല്ലാവർക്കും പല രീതിയിലാണ് വരിക. പിന്നെ ഒരു അസുഖം കാരണമായോ ഇത് നരമ്പിന്റെ തകരാറ് കൊണ്ടൊക്കെയാണ് ക്രമം തെറ്റല്. അല്ലെങ്കിൽ സാധാരണ രക്തബന്ധത്തിൽ ഉള്ള സ്ത്രീകൾക്കെല്ലാം ഒരേ രൂപത്തിലാണ് സാധാരണ ഉണ്ടാവുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ജ്യേഷ്ഠത്തി, അനിയത്തി, ഇളപ്പ മക്കള് അങ്ങനെയൊക്കെയുള്ള അവരുടെ രക്തബന്ധുക്കളായി വരുന്ന സ്ത്രീകൾക്കൊക്കെ സാധാരണ 5 ദിവസം 6 ദിവസം ആണ് ഉണ്ടാവാറ് എങ്കിൽ അത് അവൾക്കും പരിഗണിക്കാം. നാത്തോട് നോക്കില്ല, അത് രക്തബന്ധമല്ല, അവള് വേറെ സ്ഥലത്ത് വന്നതാണ്. ഇവളുടെ അതേ കുടുംബത്തിൽ പിറന്ന സ്ത്രീകളുടെ ആർത്തവ ചക്രം നോക്കി അത് അവൾക്കും ഫോളോ ചെയ്യും. ഒരു ഓർഡറും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ പല മാസം പല കോലത്തുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം കാണും, പിന്നെ 4 ദിവസം ഉണ്ടാവില്ല, പിന്നെ 2 ദിവസം വരും, പിന്നെ 8 ദിവസം ഉണ്ടാവില്ല. ഇങ്ങനെ ആകെ ഡിസോർഡർ ആവുകയാണെങ്കിൽ സാധാരണഗതിയിൽ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ദിവസങ്ങൾ കണക്കാക്കി ആ ദിവസം ആർത്തവമായി തീരുമാനിക്കുക. അതിന് ശേഷം രക്തം ഉണ്ടെങ്കിലും ശരി അവർക്ക് മുമ്പൊക്കെ നിർബന്ധമാണ്. ഇനി അവിടെ ചെയ്യേണ്ടത്, അപ്പോൾ അവർക്ക് ഇപ്പോൾ രക്തം വരുന്നുണ്ടാവും, അത് ബ്ലീഡിംഗ് ആണ്, ആർത്തവമല്ല, രക്തസ്രാവമാണ്. അത് രോഗമായിട്ടാണ് കണക്കാക്കേണ്ടത്. അത് നിസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. അവിടെ ചെയ്യേണ്ടത് ബാങ്ക് വിളിച്ച ശേഷമാണ് ഒഴിവ് ചെയ്യേണ്ടത്. നേരത്തെ ഒന്നുണ്ടാക്കി കാത്തു നിന്നിട്ട് പിന്നെ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാതെ അവർക്ക് പറ്റില്ല. ബാങ്ക് കൊടുത്ത ശേഷം അവർ ഒഴിവ് ചെയ്യുന്നു. ആ സമയത്ത് രക്തം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് വേണ്ട ചില മുൻകരുതലുകൾ നിർവഹിക്കും. എന്തെങ്കിലും കോട്ടണോ തുണിയോ ഇന്നത്തെ കാലത്ത് പമ്പേഴ്സോ ഒക്കെ വെച്ച് കെട്ടി അങ്ങനെ വൃത്തിയാക്കിയതിനു ശേഷം അവരൊക്കെ കെട്ടി ഭദ്രമാക്കിയതിനു ശേഷം ഒഴിവ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. അതിനിടയിൽ രക്തം വന്നാലും പ്രശ്നമില്ല. ആ നിസ്കാരക്കാരുടെ രക്തം വന്നു, കാരണം മൂത്രവാർച്ചക്കാരന്റെ ഹുക്കമാണ് അപ്പൊ അവർക്ക് ഉണ്ടാവും. ഇപ്പൊ മൂത്രം സ്ഥിരമായി പോകുന്ന ഒരാൾ എങ്ങനെ കൺട്രോൾ ചെയ്താലും അയാൾക്ക് മൂത്രം അറിയാതെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആളുടെ വിധിയാണ് അപ്പൊ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവുക. മൂത്രവാർച്ചക്കാരന്റെ കാര്യം ഹദീസിൽ വന്നതാണ്. അവിടെ നബി പറഞ്ഞ പ്രത്യേകം ഇങ്ങനെയാണ്, അയാൾക്ക് മൂത്രം എപ്പോഴും പോകുന്നുണ്ട്. പൊതുവ് ചെയ്ത് വരുമ്പോൾ മൂത്രം പോകും, ആ പൊതുവ് മുറി പിന്നെ ഒന്നുണ്ടാക്കും, അയാൾക്ക് പ്രയാസമായിരിക്കും. അപ്പൊ അയാൾക്കും തന്നെ പൊതുവ് ചെയ്യേണ്ടത് ബാങ്ക് കൊടുത്ത ശേഷം. തുറസ്കരിക്കാൻ വേണ്ടി 10 ഒന്നുണ്ടാക്കി കാത്തിക്കാൻ പറ്റില്ല. ബാങ്ക് വിളിച്ച സമയമായതിനു ശേഷം ഒതുവ് ചെയ്യുന്നു. ഒതുവ് ചെയ്യുമ്പോൾ നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി, ഇനി നേഴ്സ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വസ്ത്രത്തിൽ മറ്റും ആവാത്ത വിധം എന്തെങ്കിലും മുൻകരുതലുകൾ നടത്തി എന്ന് അയാൾ ഒതുവ് ചെയ്യുന്നു. അയാൾ വേഗം പോയി നിസ്കരിക്കുന്നു. അതിനിടയിൽ പിന്നെ മൂത്രം വന്നു, അയാൾക്ക് പ്രശ്നമില്ല.
അത് മൂത്രം മാത്രമല്ല, ചിലപ്പോൾ കീഴ്വായു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ ഉണ്ടാവും. ധാരാളമായി കീഴ്വായു ഇങ്ങനെ പോകുന്നു, അയാൾക്ക് ഒതു നിൽക്കുമ്പോൾ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്കൊക്കെ ഈ ഇളവുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ കൊടുത്ത ഫത്വയിൽ കാണാം, മൂത്രവാർച്ചക്കാരുടെ വെക്കുന്ന അയാൾക്കും ബാധകമാകും. അയാൾ ഒതുണ്ടാക്കി കുഴങ്ങാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അയാൾ ചെയ്യേണ്ടതാണ് സമയമായതിനു ശേഷം ഒതുവ് ചെയ്യുക, സ്വീകരിക്കാൻ പറ്റാതെ മുൻകരുതൽ എന്തൊക്കെ ഉണ്ടാവും സ്വീകരിക്കുക, ശേഷം അയാൾ പുരസ്കരിക്കുന്നു. അതിനിടക്ക് അയാൾ കീഴ്വായി പോയാലും മൂത്രം വന്നാലും ഒന്നും അയാൾ നോമ്പ് മുറിയുകയില്ല. അതേപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന രോഗി, അയാൾ മൂത്രത്തിന് വയ്പുണ്ടാവും, ചിലപ്പോൾ രക്തത്തിന് വയ്പുണ്ടാവും, ഇതൊക്കെ പാടെ ഇട്ടുകൊണ്ട് അയാൾ കിടക്കുന്നത്. അപ്പൊ അയാൾക്ക് മൂത്രത്തിന് പൈപ്പിട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഫുൾ ടൈം അയാൾ നേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുക. അപ്പൊ അയാൾക്ക് നിസ്കരിക്കാൻ ആ സമയത്ത് ഈ ട്യൂബ് ഊരാൻ പറ്റുമെങ്കിൽ ഊരുക. ഇവിടെ ഡോക്ടറോട് ചോദിക്കാം, ഇവിടെ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, നമ്മളിവിടെ ഊരിയാൽ മതി, എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് മതി. അപ്പൊ ഊരി ചിലപ്പോൾ ഒരു ഭാഗം ഉണ്ടാവും, ആയിക്കോട്ടെ അവിടെ നോട്ടെ, അവിടെ നമ്മൾ കണക്ഷൻ ഊരിട്ടാലും പിന്നീട് മൂത്രം പിന്നൊക്കെ നിർത്താം. ചിലപ്പോൾ ആ പൈപ്പിലൊക്കെ മൂത്രം ഉണ്ടാവും, ആയിക്കോട്ടെ കുഴപ്പമില്ല, അത് നമുക്ക് നിസ്കരിക്കാം. ഞാൻ അതൊന്നും പറ്റൂല, ഇങ്ങനെ വേണ്ട, അതോടുകൂടി അയാൾക്ക് നിസ്കരിക്കാം. ആ നിസ്കാരമൊന്നും പിന്നെ വീട്ടേണ്ടതും ഇല്ല. ആ സമയത്ത് അയാൾക്ക് ബാധ്യത എന്താണോ അത് നിർവഹിച്ചു കഴിഞ്ഞു. കഴിവിന്റെ പരമാവധി അതാണ് സൂക്ഷിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഈ സമയത്ത് അയാൾക്ക് കടമ എന്താണോ അത് അയാൾ ചെയ്തു. ഇനി അയാൾക്ക് സുഖായ ഇതൊക്കെ പാടെ പിന്നെ നിസ്കരിച്ച് വിട്ടു വെച്ചാൽ വേണ്ട. ഈ സമയത്ത് അയാൾക്ക് ബാധ്യത അങ്ങനെ നിസ്കരിക്കലാണ്. അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, ടൈമിൽ നിസ്കരിച്ച ഒരാള് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് അസുഖമൊക്കെ മാറിയിട്ട് ഇത് മടക്കി നിസ്കരിക്കണോ? വേണ്ട. ആ സമയത്ത് അയാൾക്ക് ബാധ്യത ടൈമിൽ നിസ്കരിക്കലാണ്. ടൈമ ചെയ്യാൻ കഴിയില്ലെങ്കിലോ അതും വേണ്ട, അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ അയാൾക്ക് പ്രശ്നമില്ല, ആ നിസ്കാരം മതി. ഇതാണ് ആ വിഷയത്തിലുള്ള പൊതുവെയുള്ള വിധി. ഈ വിഷയത്തിൽ ഒരു പുസ്തകമുണ്ട്, മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ എന്ന പുസ്തകത്തെ ബുക്കാണ്. മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ. ഈ കോവിഡ് വന്ന സമയത്ത് രചിക്കപ്പെട്ട പുസ്തകമാണ്. അന്ന് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പൊ ക്വാറന്റൈനിൽ കിടക്കുകയാണ്, ഐസൊലേഷനിലാണ്, ആ സമയത്ത് ആർത്തവം ഉണ്ടാവുന്നു, കുളിക്കാൻ സൗകര്യമില്ല, ജനാപത്ത് ഉണ്ടാവുന്നു, കുളിക്കാൻ സൗകര്യമില്ല, ഇങ്ങനെ തുടങ്ങി കുറെ പ്രശ്നങ്ങൾ അന്ന് വന്നിരുന്നു. അപ്പൊ ആളുകൾക്ക് ധാരാളം വന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനത്തെ കുറെ സംശയമാണ് ചോദിക്കുക. ആർത്തവമുള്ള സമയത്താണ് കോവിഡ് ഉണ്ടായത്. ഓരോ സർക്കാർ പിടിച്ചോണ്ടേക്കാണ്ട് എവിടെയും കൊണ്ടേക്കെടുത്ത് ഈ ആർത്തവ ശുദ്ധിയാകുമ്പോൾ അവിടെ കുളിക്കാനും കഴിയില്ല, ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? നിസ്കരിക്കണ്ടേ? എന്താണ് ചെയ്യുക? ജനാപത്തുണ്ടായി ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ വന്നപ്പോ അതൊക്കെ പടത്ത് ക്രോഡീകരിച്ചുകൊണ്ട് ഈ വിഷയം ഇത്തരം സാഹചര്യപ്പെടുന്ന 100 ഫിഖ്ഹിയായ ബുക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ എഴുതിയ ബുക്ക് തന്നെയാണ്. ഞാൻ ഇതിനോട് പറയില്ല, ബുക്ക് നല്ല ബുക്കാണ്, എന്റെ വകയിലൊന്നുമില്ല. അതിലുള്ളത് സൗദി അറേബ്യ പണ്ഡിത സഭയുടെ ഫത്വകൾ, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വകൾ, ഇബ്നു ഉസൈമിന്റെ ഫത്വ ഒക്കെ അങ്ങനെ എടുത്തു കൊടുത്തതാണ്. അത് എന്റെ വക അതിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ ഇങ്ങനത്തെ ഒരുപാട് ഫത്വകൾ അതില് സാന്ദർഭികമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. പുസ്തകം ഇറക്കിയത് ഒന്ന് സംഘടിപ്പിച്ച് പഠിക്കുന്ന ഉപയോഗിച്ചാലും മണികൾക്കൊക്കെ വായിക്കാൻ പറ്റും. ശരി, പുസ്തകം ഈ ബാങ്ക് ഒരു സംശയം. ഈ ബാങ്ക് ഇപ്പൊ നമ്മളെ ഹിന്ദി പഠിക്കുന്നു, നമ്മളെ പഠിക്കുന്നു, രണ്ട് സംഭവം. അപ്പൊ നമ്മള് ഏത് ബാങ്കാണ് ഇപ്പൊ സുബൈക്കാണെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് 7 മിനിറ്റ് നേരത്തെ കൊടുക്കാൻ വരും. അപ്പൊ നമുക്കത് ഏതിനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മളിപ്പോ നിസ്കാരം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ബാങ്ക്. ബാങ്ക് എവിടുന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് നിയമമുണ്ടല്ലോ. ഒറ്റപ്പെടുന്ന ബാങ്ക് കൊടുത്തില്ലായിരിക്കാം, നമ്മളെന്ത് ചെയ്യാം? സമയമായി നോക്കി. ബാങ്ക് കൊടുത്തോ കൊടുത്തതെന്നുള്ളതല്ല, സമയമായി എന്ന് ഉറപ്പാകലാണ് വേണ്ടത്. സുബഹിക്കും മഗ്‌രിബിനുമാണ് നമ്മുടെ നാട്ടിൽ മറ്റു പള്ളിയുമായി നമുക്ക് അല്പവ്യത്യാസം ഉണ്ടാവുക. അത് യഥാർത്ഥത്തിൽ ഒരു ന്യായമായ അഭിപ്രായ വ്യത്യാസമല്ല. അവരതിൽ സൂക്ഷ്മത എന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം ഒരു പോയിന്റ് പിറകിട്ട് പിടിച്ചതാണ്. ഈ സൂര്യന്റെ ചലനവും ചന്ദ്രന്റെ ചലനം നോക്കിയിട്ടാണല്ലോ ദിവസം മാസമൊക്കെ കണക്കാക്കിയത്. അപ്പൊ ഇതിന് സൂര്യാസ്തമയം ആണ് മഗ്‌രിബിന്റെ സമയം. സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞ എപ്പോഴാണ്? ഫുള്ളായിട്ട് അസ്തമിച്ചു കഴിഞ്ഞാലാണോ, അസ്തമനം ആരംഭിച്ചാലാണോ? ഇത് ഏത് പോയിന്റിലാണ് ഈ ഭാഗ്യ ടൈം കണക്കാക്കുക? അതിൽ നിശ്ചയിച്ച പോയിന്റിൽ അവർ ഒരു സൂക്ഷ്മത പെട്ട് ഒരു പോയിന്റ് കൂടി ഇപ്പുറത്ത് കുറിച്ചാണ്. അപ്പോഴാണ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ അതില് ഒരു വൈകി മഗ്‌രിബിനെ വൈകി കൊണ്ടിരുന്നത്. അതേപോലെ സുബഹിക്കും അവിടെ ഇതേപോലെ പ്രഭാതോദയം എന്നതിലുള്ള അതിന്റെ ചർച്ചയിലാണ് അവരവിടെ തിരിച്ചു വെച്ചത്. ദുഹ്റും ഇശാഖും ആ തർക്കം ഉണ്ടാവുകയില്ല. അവര് ഏറ്റവും സൂക്ഷ്മമായതാണ് നമ്മളൊക്കെ സ്വീകരിച്ചു കൊടുക്കുന്ന രീതി. ഒരു പക്ഷപാതത്തിന് അപ്പുറത്ത് ശാസ്ത്രീയമായും അത് കൂടുതൽ നമ്മൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് നമ്മൾ പുറത്ത് കൊടുക്കലില്ല.
അത് ഇവിടുത്തെ സർക്കാർ പോലും അംഗീകരിച്ച ശാസ്ത്രീയമായ സംവിധാനങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് അതിലൊക്കെ അവരുടെ ആ സമയക്രമം അടക്കം എടുത്ത് അതുകൂടി പരിശോധന വിധേയമാക്കിയിട്ടാണ് നമ്മളൊക്കെ കണ്ടത് ഈ നിസ്കാര സമയമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. ഒരാളിപ്പോ 10 നേരത്തെ വാങ്ങിക്കൊടുത്തു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ കൊടുക്കുന്നുണ്ടാവില്ലല്ലോ, നിസ്കാര സമയം ആവുന്നല്ലോ. അപ്പൊ സുബഹിക്ക് നമ്മളെ വാങ്ങി പരിഗണിക്കുക, മഗ്‌രിബിന് നമ്മളെ വാങ്ങി പരിഗണിക്കുക. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. മറ്റൊരാൾ 10 നേരത്തെ കൊടുത്തുള്ളൂ, അതിപ്പോ 10 മാത്രം കൊടുത്തുകൊണ്ട് സമയമാവില്ലല്ലോ. അത് സുബഹിക്കും മഗ്‌രിബിനും ആ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവരെ സുബഹി ബാങ്ക് കേട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. സുബഹിയുടെ സമയം പ്രവേശിക്കുകയില്ല ശരിയായ അർത്ഥത്തിൽ. പിന്നെ ഫിഖിയായ മസ്അല നിലയ്ക്ക് ഒരു ഉദറുണ്ട് വേണമെങ്കിൽ പറയാനേ ഉള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാൾ ഷാഫി മദ്രസയിൽ പോകുന്നു, ഒരു വിശ്വസിക്കുന്നു, ഓല വാങ്ങോട്ട് നിസ്കരിക്കുന്നു, ഒരു പക്ഷെ അതൊക്കെ ഒരു ഇളവ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കാന്നല്ലാതെ ഫിഖിയായ മസ്അലയാണല്ലോ. അതുകൊണ്ട് ഒരു അഖീദല്ലാത്തത് കൊണ്ട് ഏറ്റവും സൂക്ഷ്മത നമ്മൾ പുലർത്തിപ്പെടുന്ന ആ രീതിയാണ്. ഓക്കെ, നിയ്യത്ത് വേണം. നിയ്യത്ത് എല്ലാ അമലിനും വേണം, നോമ്പിന് മാത്രമല്ല. നിയ്യത്ത് നോമ്പിന് മാത്രമല്ല. ഈ ക്ലാസ്സിന് നിയ്യത്ത് വേണ്ടേ? ഈ ക്ലാസ്സിന് നിയ്യത്ത് വേണം. നമ്മളൊപ്പം തുടങ്ങുമ്പോ അള്ളാഹുതആലയ്ക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ തുടങ്ങിയത്. നിങ്ങൾ ആരും ഇവിടെ കയറിയപ്പോൾ അള്ളാഹുതആലയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ചിലർക്കും അള്ളാഹുതആലയ്ക്ക് വേണ്ടി ആവില്ല. ചിലർക്ക് ഇപ്പൊ എന്താ കാട്ടിൽ ക്ലാസ് ഇരിക്കാൻ മോശം, ഉറങ്ങാൻ പറ്റുന്ന നേരമാണ്, ഈ നേരത്തെ കട്ടക്കാല ക്ലാസ് കൊണ്ട് വെച്ചിട്ടൊക്കെ ഉണ്ടാവില്ല. പേർക്ക് നമുക്ക് നിയ്യത്താണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശം, അതാണ് നിയ്യത്ത്. ഫർള് നോമ്പാകുമ്പോൾ നാളെ നോമ്പ് നോക്കണമെന്ന തീരുമാനം ഇന്ന് രാത്രി ഉണ്ടാവണം. മല്ലം യുബയ്യിത്തി സിയാമ ഫലാ സിയാമ ലഹു എന്നൊക്കെ ഹദീസിൽ കാണാം. രാത്രി നോമ്പെടുക്കാൻ തീരുമാനിക്കാത്തവന് നോമ്പില്ല. അത് ഫർളിന്റെ കാര്യത്തിലാണ്. സുന്നത്താവുമ്പോൾ അത് വേണ്ടതില്ല. ഒരാളിപ്പോ രാവിലെ 10 ആലോചിച്ചു, ഇന്നിപ്പോ ഏതായാലും പോലെ നമുക്ക് വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നുമില്ല, അപ്പൊ ഇത് നോമ്പാക്കിയാലോ, മതി, അവനോടുന്നാണ്ട് നോമ്പാകാൻ പറ്റും. നബി ഇപ്പൊ വീട്ടിൽ വരും, രാവിലെ സുബഹിക്ക് കഴിഞ്ഞ് കുറച്ചേരൊക്കെ പള്ളിക്ക് ഇരുന്ന്, പിന്നെ ഞാൻ പരീക്ക് വരുമ്പോ വല്ലതും കഴിക്കാണ്ട് വരും, ഒന്നുമില്ല, എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല, എന്നാ ഞാൻ നോമ്പ് വെക്കേണ്ടത്. അപ്പൊ അവിടുന്നാണ് നോമ്പ് വെക്കും. അത് ഉച്ച വരെ പറ്റും എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ചില പണ്ഡിതന്മാർ ഉച്ചയ്ക്ക് ശേഷം പറ്റുന്നതാണ്. ഇപ്പൊ 4 മണി ഒന്നും കഴിച്ചിട്ടില്ല, ഏതായാലും ഇപ്പൊ 4 മണിയില്ലേ, എന്നിപ്പോ നോമ്പ് ആയിക്കോട്ടെ, അവിടുന്നാണ് നോമ്പിൽ കിട്ടും. എന്നാ ഫർദിൽ അത് പറ്റില്ല. ഫർദാകണമെങ്കിൽ രാത്രിയെങ്കിലും തീരുമാനിക്കണം. അത് നാവുകൊണ്ട് പറയുന്നു വേണ്ട, തീരുമാനം വേണം. ഒരു രോഗിയാണ്, അപ്പൊ നോമ്പ് നോക്കണോ വേണ്ടോ സംശയത്തിലാണ്, നമുക്ക് കയ്യോതിയാ നോക്ക്, നമുക്ക് മട്ടപ്പോൾ ചെയ്യാം, പിന്നെ തീരുമാനം എടുത്തില്ല, അപ്പൊ അങ്ങനെ കിടന്നു. രാവിലെ നീച്ചതിന് ശേഷം ഞങ്ങൾക്ക് നോമ്പാക്കില്ലെങ്കിൽ അത് പറ്റില്ല. അത് യാത്രയിലാണ്, അപ്പൊ യാത്ര നോമ്പ് ഒഴിവാക്കുന്ന അഭിപ്രായം അല്ല, നോക്കുന്ന അഭിപ്രായം. അങ്ങനെ 2 കൗലും കേട്ട് അങ്ങനെ കിടന്നു പോയി അത്തരത്തിലൂടെ നീച്ചുമില്ല, പിന്നെ രാവിലെ നീച്ചല്ലേ, അതൊക്കെ നോമ്പായിക്കോട്ടെ, അത് പറ്റില്ല. അത് സുന്നത്തിന് പറ്റും. ഫർളാകുമ്പോൾ നോൽക്കണമെന്ന തീരുമാനം വേണം. റമദാനാകുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് ഫസ്റ്റിലെ തീരുമാനം എടുക്കും, റമദാൻ ഫുള്ള് നോമ്പ് വെക്കണം, ഇത് നമ്മൾ തീരുമാനം എടുക്കും. മറ്റസുഖമില്ലെങ്കിൽ പ്രയാസമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ ഫുള്ള് നോമ്പെടുക്കും, നമ്മൾ തീരുമാനമുണ്ട്. അത് നിയ്യത്തിനാണ്. രാത്രി കിടക്കുമ്പോൾ അലാറം വെച്ചു അത്താഴത്തിന്, ആ നിയ്യത്തിന്റെ ഭാഗമാണോ? ആ നോമ്പൊക്കെ ഉദ്ദേശിച്ചെങ്കിൽ അലാറം വെക്കില്ല. അലാറം വെച്ചു, അടിച്ചു പോവാൻ വന്നിട്ടില്ല, ഒരു പ്രശ്നമില്ല, അതുപോലെ നിയ്യത്തിന്റെ ഭാഗമാണ്. അത്താഴത്തിലുള്ള സാധനമൊക്കെ പുള്ളിന് വാങ്ങിക്കൊണ്ടുപോയി സാധനമൊക്കെ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി, പക്ഷെ ഒരാളും വന്നില്ല, ഒരു പ്രശ്നമില്ല, നിയ്യത്തുണ്ട്. നിയ്യത്ത് നാവോട് പറയാനുള്ളതല്ല, നോമ്പെടുക്കാനുള്ള തീരുമാനം, അതാണ് നിയ്യത്ത്. അങ്ങനെ തീരുമാനം ഇല്ലെങ്കിലോ ആ നോമ്പില്ല, ഫർദ് നോമ്പ്. സുന്നത്താണെങ്കിൽ എപ്പോഴാണ് അയാൾ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മുതൽ നിയ്യത്തുണ്ടെങ്കിലും അതാണ് നോമ്പായിട്ട് പരിഗണിക്കാൻ പറ്റും. അതാണ് ഉള്ളത്. അല്ലാതെ നബിയത്ത് സ്വഭാവത്തിൽ ചൊല്ലി കൊടുത്ത് മറ്റും ചൊല്ലി പറഞ്ഞ് അതോട് മാത്രം നിയ്യത്താവുകയില്ല. നിയ്യത്ത് എല്ലാ അമലിനും വേണം. ഒരാളെ കണ്ട് ചിരിക്കുമ്പോൾ പോലും നിയ്യത്ത് വേണം. ഒരാളെ കാണുമ്പോൾ ചിരിച്ചു സലാം പറഞ്ഞു, അതിന് വലിയ നിയ്യത്ത് വേണം. അവിടെ നിൽക്കണേ, അപ്പൊ തീർച്ച നിയ്യത്തക്കട്ടെ, ഇതുപോലെ അള്ളാഹുവിനെ കൊണ്ട് ഇയാൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തീർച്ച പോയിട്ടുണ്ടെങ്കിൽ എന്തേപോലെ പറ്റിയായിരിക്കും. അപ്പൊ ഈ നിയ്യത്ത് വേണ്ടേ? വേണം. എല്ലാ അമലിനും നിയ്യത്ത് ആവശ്യമുണ്ട്. ഹിജ്റ പോകുമ്പോഴേക്ക് പറഞ്ഞു, മക്കയിൽ ഹിജ്റ പോകുമ്പോഴാണ് പറഞ്ഞത് നിയ്യത്ത് അനുസരിച്ചാണ് കേട്ടോ അമലൊക്കെ. ഹിജ്റ പോകുന്നതോട് മാത്രം കാര്യമില്ല, പോകുന്ന ഉദ്ദേശം ശരിയായിരിക്കണം എന്ന അർത്ഥത്തിലേക്ക് അവിടെ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഏതിനും വേണം
നിയ്യത്ത് എന്നർത്ഥം. ഇത് നമ്മുടെ നാട്ടിലാകെ 4 or 5 അമലിലാണ് നിയ്യത്ത് ചൊല്ലി പഠിപ്പിക്കുന്നത്. പല പള്ളിയിലും കാണാം ഇജ്തികാഫ് നിയ്യത്ത് ഇവിടെ എഴുതിച്ചിട്ടുണ്ടാവും. പള്ളി കയറുമ്പോൾ നിയ്യത്ത് വേണ്ടേ, അത് എഴുതിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ നോമ്പിന് നിയ്യത്ത് ചൊല്ലി പഠിപ്പിക്കും, നിസ്കാരത്തിന് നിയ്യത്ത് ചൊല്ലി പഠിപ്പിക്കും, കുളിയുടെ നിയ്യത്ത് പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി അധികം ഒന്നും അങ്ങനെ കാണുന്നില്ല. അപ്പൊ ഏതിനും വേണം നിയ്യത്ത്. ഈ ക്ലാസ് അടക്കം നമുക്ക് എല്ലാവർക്കും നിയ്യത്ത് വേണം, എങ്കിലേ സ്വീകാര്യമായി മാറുകയുള്ളൂ. എന്തെങ്കിലും അവസാനിപ്പിക്കുക. ഏതെന്നാലും ഈ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ട്, അത് എല്ലാ ഞായറാഴ്ചയുമാണ് ക്ലാസ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. മറ്റു ദിവസങ്ങൾ ക്ലാസ് ഇല്ലെങ്കിലും അറിവ് പഠിക്കാനും ഇബാദത്ത് വർദ്ധിപ്പിക്കാനും ആവശ്യമായ വഴികൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കുക. ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും സൗകര്യമായി മാറുക. അങ്ങനെ പള്ളിയിലൊക്കെ വന്ന സമയത്ത് ഇരുന്ന് സ്വസ്ഥമായി കൂടി കുറച്ചതിക്കൊണ്ട് വാഴും സ്വലാത്തുകളും പ്രാർത്ഥനയും അള്ളാഹുമായി മനസ്സ് അടുത്തുകൊണ്ടും ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടൊക്കെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. പഠിച്ചവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത